രാഷ്ട്രപതി. ഇന്ത്യൻ ഭരണഘടനയിൽ രാഷ്ട്രപതിയെക്കുറിച്ച് പരാമർശിക്കുന്നത് ഏത് ആർട്ടിക്കിളാണ്? ആർട്ടിക്കിൾ 52. ഭരണഘടനയനുസരിച്ച് ഇന്ത്യൻ യൂണിയന്റെ പരമോന്നത അധികാരി ആരാണ്? രാഷ്ട്രപതി. ഇന്ത്യയുടെ സർവ്വസൈന്യാധിപൻ, പ്രഥമ പൗരൻ, സായുധ സേനാ വിഭാഗങ്ങളുടെ പരമോന്നത മേധാവി എന്നീ പദവികൾക്കെല്ലാം അർഹനായ വ്യക്തി ആരാണ്? രാഷ്ട്രപതി. ഭരണഘടനയുടെ 53-ാം വകുപ്പ് അനുസരിച്ച് പ്രതിരോധ സേനകളുടെ പരമാധികാരി ആരാണ്? രാഷ്ട്രപതി. ഇന്ത്യയിലെ പ്രഥമ പൗരനായി തെരഞ്ഞെടുക്കപ്പെടുന്ന വ്യക്തിക്ക് ഉണ്ടായിരിക്കേണ്ട അടിസ്ഥാന യോഗ്യതകൾ പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പ് ഏതാണ്? ആർട്ടിക്കിൾ 58. അടുത്തത് രാഷ്ട്രപതി സ്ഥാനത്തേക്ക് മത്സരിക്കുന്നതിനുള്ള യോഗ്യതകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. 1. ഇന്ത്യൻ പൗരനായിരിക്കണം. 2. 35 വയസ്സ് പൂർത്തിയായ വ്യക്തിയായിരിക്കണം. 3. ലോക്സഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെടാനുള്ള യോഗ്യതകൾ ഉണ്ടായിരിക്കണം. 4. ആർട്ടിക്കിൾ 58 പ്രകാരം കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകളിൽ ഔദ്യോഗിക പദവികൾ വഹിക്കാത്തവരായിരിക്കണം. 5. പക്ഷേ നിലവിൽ അധികാരത്തിലിരിക്കുന്ന രാഷ്ട്രപതിക്കോ ഉപരാഷ്ട്രപതിക്കോ സംസ്ഥാന ഗവർണർക്കോ കേന്ദ്ര സംസ്ഥാന മന്ത്രിമാർക്കും രാഷ്ട്രപതി സ്ഥാനത്തേക്ക് മത്സരിക്കാവുന്നതാണ്. എന്താണ് ഇലക്ടറൽ കോളേജ്? രാജ്യസഭയിലെയും ലോകസഭയിലെയും തെരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളും സംസ്ഥാന നിയമസഭകളിലെയും പാർലമെന്റിലെയും തെരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളും ഉൾക്കൊള്ളുന്ന ഇലക്ടറൽ കോളേജാണ് രാഷ്ട്രപതിയെ തെരഞ്ഞെടുക്കുന്നത്. ഭരണഘടനയിൽ ഇലക്ടറൽ കോളേജിനെ കുറിച്ച് പരാമർശിക്കുന്ന വകുപ്പ് ഏതാണ്? ആർട്ടിക്കിൾ 54. ലെജിസ്ലേറ്റീവ് കൗൺസിലിലെ അംഗങ്ങൾക്കും രാജ്യസഭയിലേക്കും ലോകസഭയിലേക്കും രാഷ്ട്രപതി നോമിനേറ്റ് ചെയ്യുന്ന അംഗങ്ങൾക്കും രാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാനുള്ള അവകാശം ഇല്ല. കേന്ദ്രഭരണ പ്രദേശങ്ങളായ ഡൽഹിയിലെയും പുതുച്ചേരിയിലെയും നിയമസഭയിലെ തെരഞ്ഞെടുത്ത അംഗങ്ങളും ഇലക്ടറൽ കോളേജിൽ ഉൾപ്പെടുന്നു. രാഷ്ട്രപതി തെരഞ്ഞെടുപ്പിന്റെ ചുമതല വഹിക്കുന്നത് ആരാണ്? ഇലക്ഷൻ കമ്മീഷൻ. രാഷ്ട്രപതി തെരഞ്ഞെടുപ്പിലെ റിട്ടേണിംഗ് ഓഫീസർ ആരാണ്? സെക്രട്ടറി ജനറൽ ഓഫ് ലോക്സഭ. രാഷ്ട്രപതിക്ക് സത്യവാചകം ചൊല്ലിക്കൊടുക്കുന്നത് ആരാണ്? സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ്. പ്രസിഡന്റിന്റെ ഔദ്യോഗിക കാലാവധി എത്രയാണ്? 5 വർഷം. രാഷ്ട്രപതി ഇലക്ഷനിൽ നൽകുന്ന പേപ്പർ ബാലറ്റിന്റെ നിറം എന്താണെന്ന് നോക്കാം. 1. പാർലമെന്റ് അംഗങ്ങൾ പച്ച നിറം, നിയമസഭാ അംഗങ്ങൾക്ക് പിങ്ക് നിറം. തെറ്റിപ്പോരുത്, പാർലമെന്റ് അംഗങ്ങൾക്ക് പച്ച നിറവും നിയമസഭാ അംഗങ്ങൾക്ക് പിങ്ക് നിറമുള്ള പേപ്പർ ബാലറ്റ് ആണ് കൊടുക്കുന്നത്. രാഷ്ട്രപതി തെരഞ്ഞെടുപ്പ് ചോദ്യം ചെയ്തുകൊണ്ടുള്ള ഹർജി സുപ്രീം കോടതിയിലാണ് സമർപ്പിക്കേണ്ടത്. രാഷ്ട്രപതി സ്ഥാനത്തേക്ക് മത്സരിച്ച വ്യക്തികൾക്ക് വീണ്ടും മത്സരിക്കുന്നതിന് ഭരണഘടന വിലക്ക് ഏർപ്പെടുത്തിയിട്ടില്ല. രാഷ്ട്രപതി ആർക്കാണ് രാജിക്കത്ത് സമർപ്പിക്കുന്നത്? ഉപരാഷ്ട്രപതിക്കാണ് സമർപ്പിക്കുന്നത്. രാഷ്ട്രപതിയുടെ അഭാവത്തിൽ രാഷ്ട്രപതിയുടെ ചുമതലകൾ വഹിക്കുന്നത് ആരാണ്? ഉപരാഷ്ട്രപതിയാണ്. രാഷ്ട്രപതിയുടെയും ഉപരാഷ്ട്രപതിയുടെയും അഭാവത്തിൽ ഭരണ ചുമതല വഹിക്കുന്നത് ആരാണ്? സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആണ്. രാഷ്ട്രപതിയുടെയും ഉപരാഷ്ട്രപതിയുടെയും സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിന്റെയും അഭാവത്തിൽ ഭരണ ചുമതല വഹിക്കുന്നത് ആരാണ്? സുപ്രീം കോടതിയിലെ സീനിയർ ജഡ്ജ്. അടുത്തത് രാഷ്ട്രപതിയുടെ നിയമനാധികാരങ്ങൾ. പ്രധാനമന്ത്രി, കേന്ദ്രമന്ത്രിമാർ, ഗവർണർമാർ, സുപ്രീം കോടതി ഹൈക്കോടതി ചീഫ് ജസ്റ്റിസുമാർ, ജഡ്ജിമാർ, അറ്റോർണി ജനറൽ, ധനകാര്യ കമ്മീഷൻ, യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ, ഇലക്ഷൻ കമ്മീഷൻ ഈ 3 സ്ഥാപനങ്ങളിലെയും അധ്യക്ഷന്മാരും അംഗങ്ങളും. കര, നാവിക, വ്യോമസേന മേധാവികൾ, കംട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ, സോളിസിറ്റർ ജനറൽ, വിവിധ സ്റ്റാൻഡിംഗ് കമ്മീഷൻ അംഗങ്ങൾ, ചീഫ് വിജിലൻസ് കമ്മീഷണർ, കേന്ദ്ര ഭരണ പ്രദേശങ്ങളിലെ ഭരണാധികാരികൾ, വിദേശ രാജ്യങ്ങളിലേക്കുള്ള അംബാസിഡർ, ഹൈ കമ്മീഷണർ എന്നിവർ. ഇതൊക്കെയാണ് രാഷ്ട്രപതിയുടെ നിയമനാധികാരങ്ങൾ. ഇനി രാഷ്ട്രപതിയുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിളുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യത്തത് ആർട്ടിക്കിൾ 52. എന്താണ്? ഇന്ത്യൻ പ്രസിഡന്റ്. ആർട്ടിക്കിൾ 53 ഭരണനിർവഹണ അധികാരം. ആർട്ടിക്കിൾ 54 രാഷ്ട്രപതി തെരഞ്ഞെടുപ്പ്. ആർട്ടിക്കിൾ 55 തെരഞ്ഞെടുപ്പ് നടപടി ക്രമങ്ങൾ. ആർട്ടിക്കിൾ 56 രാഷ്ട്രപതിയുടെ ഭരണ കാലാവധി. ആർട്ടിക്കിൾ 57 വീണ്ടും തിരഞ്ഞെടുക്കപ്പെടുവാനുള്ള അർഹത. ആർട്ടിക്കിൾ 58 രാഷ്ട്രപതി സ്ഥാനാർത്ഥിയുടെ യോഗ്യതകളെ സംബന്ധിച്ച്. ആർട്ടിക്കിൾ 59 പ്രസിഡന്റിന്റെ ഔദ്യോഗിക പദവി സംബന്ധമായ വ്യവസ്ഥകൾ. ആർട്ടിക്കിൾ 60 സത്യപ്രതിജ്ഞ അല്ലെങ്കിൽ സത്യവാചകം. ആർട്ടിക്കിൾ 61 ഇംപീച്ച്മെന്റ്. ആർട്ടിക്കിൾ 62 രാഷ്ട്രപതിയുടെ ഒഴിവിലേക്ക് ഇലക്ഷൻ നടത്താനുള്ള കാലദൈർഘ്യം. ആർട്ടിക്കിൾ 72 പൊതുമാപ്പ് നൽകാനുള്ള അധികാരം. ആർട്ടിക്കിൾ 74 രാഷ്ട്രപതിയെ സഹായിക്കാനും ഉപദേശിക്കാനുമാണ് കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ്. ആർട്ടിക്കിൾ 75 പ്രസിഡന്റിന് പ്രധാനമന്ത്രിയെയും മറ്റ് മന്ത്രിമാരെയും നിയമിക്കുന്നതിനുള്ള അധികാരം. ആർട്ടിക്കിൾ 111 എന്താണ്? വീറ്റോ പവർ. ആർട്ടിക്കിൾ 123 എന്താണ്? ഓർഡിനൻസ് പുറപ്പെടുവിക്കാനുള്ള അധികാരം. ആർട്ടിക്കിൾ 143 സുപ്രീം കോടതിയിൽ നിന്നും ഉപദേശങ്ങൾ സ്വീകരിക്കുന്നതിനുള്ള അധികാരം. അപ്പൊ ആർട്ടിക്കിൾ 52 തൊട്ട് ആർട്ടിക്കിൾ 143 വരെയുള്ളത് എന്താണ്? രാഷ്ട്രപതിയുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിളുകളാണ്. അടുത്തത് രാഷ്ട്രപതിയുടെ അധികാരങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം.
രാഷ്ട്രതലവൻ എന്ന നിലയിൽ രാജ്യത്തെ എല്ലാ സുപ്രധാന പദവികൾ വഹിക്കുന്നവരെയും നിയമിക്കുന്നതിനും തൽസ്ഥാനങ്ങളിൽ നിന്നും നീക്കം ചെയ്യുന്നതിനുള്ള അധികാരം ആർക്കാണ്? രാഷ്ട്രപതിക്കാണ്. പാർലമെന്റിന്റെ സമ്മേളനങ്ങൾ വിളിച്ചുകൂട്ടുവാനും നിർത്തിവെക്കാനും സഭയെ അഭിസംബോധന ചെയ്യാനും ലോക്സഭ പിരിച്ചുവിടാനും രാഷ്ട്രപതിക്ക് അധികാരമുണ്ട്. പാർലമെന്റിന്റെ സംയുക്ത സമ്മേളനം വിളിച്ചു ചേർക്കുന്നത് ആരാണ്? രാഷ്ട്രപതിയാണ്. രാജ്യസഭയിലേക്കും ലോകസഭയിലേക്കും വ്യക്തികളെ നാമനിർദ്ദേശം ചെയ്യാനുള്ള അധികാരം രാഷ്ട്രപതിക്കാണ്. കല, ശാസ്ത്രം, സാഹിത്യം, സാമൂഹിക സേവനം എന്നീ മേഖലകളിൽ നിന്നും രാജ്യസഭയിലേക്ക് രാഷ്ട്രപതി നാമനിർദ്ദേശം ചെയ്യുന്ന വ്യക്തികളുടെ എണ്ണം എത്രയാണ്? 12. ലോകസഭയിലേക്ക് രാഷ്ട്രപതി നാമനിർദ്ദേശം ചെയ്യുന്ന വ്യക്തികളുടെ എണ്ണം എത്രയാണ്? 2. ഭരണഘടന പ്രകാരം ഓർഡിനൻസ് പുറപ്പെടുവിക്കാനുള്ള അധികാരം രാഷ്ട്രപതിക്കാണ്. രാജ്യസഭയുടെയും ലോകസഭയുടെയും വർഷത്തിലെ ആദ്യ സമ്മേളനത്തിലും പൊതു തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള ആദ്യ സമ്മേളനത്തിലും സഭയെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുന്നത് രാഷ്ട്രപതിയാണ്. രാഷ്ട്രപതിയുടെ പേരിലാണ് ഗവൺമെന്റിന്റെ ഭരണപരമായ തീരുമാനങ്ങളെല്ലാം എടുക്കുന്നത്. പാർലമെന്റിൽ ബഡ്ജറ്റ് അവതരിപ്പിക്കുന്നത് പ്രസിഡന്റിന്റെ നാമത്തിലാണ്. ചില അടിയന്തര ഘട്ടങ്ങളിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാനുള്ള അധികാരം ആർക്കാണ്? രാഷ്ട്രപതിക്കാണ്. മണി ബിൽ രാഷ്ട്രപതിയുടെ അനുമതിയോട് കൂടിയാണ് പാർലമെന്റിൽ അവതരിപ്പിക്കുന്നത്. CAG, UPSC, ധനകാര്യ കമ്മീഷൻ എന്നിവരുടെ റിപ്പോർട്ടുകൾ രാഷ്ട്രപതിക്ക് മുന്നിൽ സമർപ്പിച്ചതിന് ശേഷമാണ് എവിടെ അവതരിപ്പിക്കുന്നത്? പാർലമെന്റിൽ അവതരിപ്പിക്കുന്നത്. എല്ലാ ബില്ലുകളും നിയമമാകുന്നത് രാഷ്ട്രപതി ഒപ്പുവെക്കുന്നതോടു കൂടിയാണ്. അന്താരാഷ്ട്ര ഉടമ്പടികൾ രാഷ്ട്രപതിയുടെ പേരിലാണ് ഒപ്പുവെക്കുന്നത്. പാർലമെന്റിന്റെ അനുമതിയോടുകൂടി യുദ്ധം പുറപ്പെടുവിക്കാനുള്ള അധികാരം രാഷ്ട്രപതിക്കാണ്. മണി ബിൽ, പുതിയ സംസ്ഥാനങ്ങളുടെ രൂപീകരണം സംബന്ധിച്ച ബിൽ തുടങ്ങിയവ പാർലമെന്റിൽ അവതരിപ്പിക്കാൻ രാഷ്ട്രപതിയുടെ മുൻകൂർ അനുമതി വേണം. ഇനി രാഷ്ട്രപതിക്ക് നീക്കം ചെയ്യാൻ കഴിയുന്ന ഔദ്യോഗിക പദവികൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അറ്റോർണി ജനറൽ, കേന്ദ്രഭരണ പ്രദേശങ്ങളിലെ ഭരണാധികാരികൾ, സംസ്ഥാന ഗവർണർമാർ, UPSC ചെയർമാൻ, മറ്റ് അംഗങ്ങൾ, സുപ്രീം കോടതി, ഹൈക്കോടതി ജഡ്ജിമാർ, ഇലക്ഷൻ കമ്മീഷണർ. അപ്പൊ ഇവരുടെയൊക്കെ ഔദ്യോഗിക പദവികൾ രാഷ്ട്രപതിക്ക് നീക്കം ചെയ്യാൻ കഴിയും. ഇനി പൊതുമാപ്പ് നൽകാനുള്ള രാഷ്ട്രപതിയുടെയും ഗവർണറുടെയും അധികാരം എന്തൊക്കെയാണെന്ന് നോക്കാം. സുപ്രീം കോടതി ഉൾപ്പെടെ ഇന്ത്യയിലെ ഏത് കോടതി നൽകുന്ന ശിക്ഷയും, അതായത് മരണശിക്ഷ ഉൾപ്പെടെ നിർത്തിവെക്കാനോ ഇളവ് ചെയ്യാനോ മാപ്പ് നൽകാനോ ഉള്ള അധികാരം രാഷ്ട്രപതിക്ക് നൽകുന്ന ഭരണഘടനാ വകുപ്പ് ഏതാണ്? ആർട്ടിക്കിൾ 72. പട്ടാള കോടതി വധശിക്ഷ വിധിച്ച കുറ്റവാളികൾക്ക് പോലും മാപ്പ് നൽകാനുള്ള അധികാരം രാഷ്ട്രപതിക്കുണ്ട്. പക്ഷെ ഗവർണർക്ക് ഈ അധികാരമില്ല. സംസ്ഥാന നിയമത്തിന്റെ പരിധിയിൽ വരുന്ന ഏത് ശിക്ഷയും, അതായത് മരണശിക്ഷ ഒഴിച്ച് നിർത്തിവെക്കാനോ ഇളവ് ചെയ്യാനോ മാപ്പ് നൽകാനോ ഉള്ള അധികാരം സംസ്ഥാന ഗവർണർക്ക് നൽകുന്ന ഭരണഘടനാ വകുപ്പ് ഏതാണ്? ആർട്ടിക്കിൾ 161. അടുത്തത് വീറ്റോ പവർ. വീറ്റോ അധികാരത്തെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പ് ഏതാണ്? ആർട്ടിക്കിൾ 111. പാർലമെന്റിൽ പാസ്സാക്കുന്ന ബില്ലുകൾ നിയമമാകുന്നത് രാഷ്ട്രപതിയുടെ അനുമതിയോട് കൂടിയാണ്. ഇന്ത്യൻ ഭരണഘടന പ്രകാരം 3 തരത്തിലുള്ള വീറ്റോ അധികാരങ്ങളാണ് രാഷ്ട്രപതിക്ക് ഉള്ളത്. 1 അബ്സല്യൂട്ട് വീറ്റോ, 2 സസ്പെൻസീവ് വീറ്റോ, 3 പോക്കറ്റ് വീറ്റോ. അപ്പൊ എന്താണ് അബ്സല്യൂട്ട് വീറ്റോ എന്നും എന്താണ് സസ്പെൻസീവ് വീറ്റോ, എന്താണ് പോക്കറ്റ് വീറ്റോ എന്ന് നോക്കാം. എന്താണ് അബ്സല്യൂട്ട് വീറ്റോ? പാർലമെന്റ് പാസ്സാക്കുന്ന ബില്ല് നിരസിക്കാനുള്ള രാഷ്ട്രപതിയുടെ അധികാരമാണ് എന്ത്? അബ്സല്യൂട്ട് വീറ്റോ. അബ്സല്യൂട്ട് വീറ്റോ പ്രയോഗിക്കാനാവുന്ന സന്ദർഭങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യത്തേത്, മന്ത്രിമാർ ഒഴികെയുള്ള പാർലമെന്റ് അംഗങ്ങൾ അവതരിപ്പിക്കുന്ന പ്രൈവറ്റ് ബില്ലിനുമേൽ എന്ത് പ്രയോഗിക്കാം? അബ്സല്യൂട്ട് വീറ്റോ പ്രയോഗിക്കാം. 2 മുൻ ക്യാബിനറ്റ് പാസാക്കി രാഷ്ട്രപതിയുടെ അംഗീകാരത്തിനായി അയച്ച ബില്ലിനുമേൽ പുതിയ ക്യാബിനറ്റ് അംഗീകാരം നൽകരുതെന്ന് ആവശ്യപ്പെടുന്ന അവസരത്തിലും അബ്സല്യൂട്ട് വീറ്റോ പ്രയോഗിക്കാം. അപ്പൊ എന്താണ് അബ്സല്യൂട്ട് വീറ്റോ? പാർലമെന്റ് പാസ്സാക്കുന്ന ബില്ല് നിരസിക്കാനുള്ള രാഷ്ട്രപതിയുടെ അധികാരമാണ് എന്ത്? അബ്സല്യൂട്ട് വീറ്റോ. എന്താണ് സസ്പെൻസീവ് വീറ്റോ? ഒരു ബില്ല് പുനഃപരിശോധനയ്ക്കായി തിരിച്ചയക്കാനുള്ള രാഷ്ട്രപതിയുടെ അധികാരമാണ് എന്ത്? സസ്പെൻസീവ് വീറ്റോ. രാഷ്ട്രപതി തിരിച്ചയച്ച ബില്ലിൽ ഭേദഗതി നിർദ്ദേശങ്ങളോട് കൂടിയോ അല്ലാതെയോ പാർലമെന്റിൽ പാസാക്കി വീണ്ടും രാഷ്ട്രപതിക്ക് സമർപ്പിച്ചാൽ പ്രസ്തുത ബില്ലിന് നിർബന്ധമായും രാഷ്ട്രപതി അനുമതി നൽകേണ്ടതാണ്. അടുത്ത് പോക്കറ്റ് വീറ്റോ. എന്താണ് പോക്കറ്റ് വീറ്റോ? രാഷ്ട്രപതിമാർക്ക് അനുവദിച്ചിട്ടുള്ള ഒരു പ്രത്യേക നിഷേധാധികാരമാണ് എന്ത്? പോക്കറ്റ് വീറ്റോ. പോക്കറ്റ് വീറ്റോയിലൂടെ രാഷ്ട്രപതിയുടെ അനുമതിക്ക് അയക്കുന്ന ബില്ലുകൾ രാഷ്ട്രപതിക്ക് തടഞ്ഞു വെക്കാനുള്ള അധികാരമുണ്ട്. അനുമതിക്കായി അയക്കുന്ന ബില്ലുകൾക്കെതിരെ നടപടികൾ എടുക്കാതിരിക്കാനുള്ള രാഷ്ട്രപതിയുടെ അധികാരമാണ് പോക്കറ്റ് വീറ്റോ. എന്താണ്? അനുമതിക്കായി അയക്കുന്ന ബില്ലുകൾക്കെതിരെ നടപടികൾ എടുക്കാതിരിക്കാനുള്ള രാഷ്ട്രപതിയുടെ അധികാരമാണ് പോക്കറ്റ് വീറ്റോ. പാർലമെന്റ് പാസാക്കി രാഷ്ട്രപതിയുടെ അംഗീകാരത്തിനായി അയക്കുന്ന ബില്ലുകൾ എത്ര സമയത്തിനുള്ളിൽ രാഷ്ട്രപതി തിരിച്ചയക്കണമെന്ന് ഭരണഘടനയിൽ പ്രതിപാദിക്കുന്നില്ല. പ്രസ്തുത ബില്ല് എത്ര സമയം വേണമെങ്കിലും രാഷ്ട്രപതിക്ക് കൈവശം വെക്കാൻ സാധിക്കും. പോക്കറ്റ് വീറ്റോ ആദ്യമായി ഉപയോഗിച്ച ഇന്ത്യൻ രാഷ്ട്രപതി ആരാണ്? ഗ്യാനി സെയിൽ സിംഗ്. 1986 ഇന്ത്യൻ പോസ്റ്റ് ഓഫീസ് ഭേദഗതി ബില്ലിലാണ് സെയിൽ സിംഗ് പോക്കറ്റ് വീറ്റോ ആദ്യമായി ഉപയോഗിച്ചത്. ഇനി വിവിധ ബില്ലുകളിന്മേൽ രാഷ്ട്രപതിയുടെ വീറ്റോ അധികാരങ്ങൾ എന്താണെന്ന് നോക്കാം. ആദ്യത്തേത് ഓർഡിനറി ബിൽ. ഒന്നില്ലെങ്കിൽ അത് അംഗീകാരം നൽകാം, അല്ലെങ്കിൽ നിരസിക്കാം, അല്ലെങ്കിൽ തിരിച്ചയക്കാം. മണി ബിൽ. അംഗീകാരം നൽകാം, നിരസിക്കാം, അല്ലെങ്കിൽ തിരിച്ചയക്കാനാവില്ല. 3
ഭരണഘടനാ ഭേദഗതി ബിൽ. ഈ ബില്ലിൽ എന്ത് ചെയ്യാൻ പറ്റും? അംഗീകാരം നൽകാൻ മാത്രമേ കഴിയൂ. അതായത് ബിൽ തിരിച്ചയക്കാനോ നിരസിക്കാനോ സാധിക്കില്ല. ഓർഡിനറി ബില്ലിലെ രാഷ്ട്രപതിയുടെ വീറ്റോ അധികാരം എന്താണ്? അംഗീകാരം നൽകാം, നിരസിക്കാം, തിരിച്ചയക്കാം. മണി ബില്ലില് അംഗീകാരം നൽകാം, നിരസിക്കാം, അതിൽ തിരിച്ചയക്കാൻ പറ്റില്ല. ഭരണഘടനാ ഭേദഗതി ബില്ലില് അംഗീകാരം നൽകാൻ മാത്രമേ സാധിക്കൂ. എന്ത് ചെയ്യാൻ പറ്റില്ല? ബില്ല് തിരിച്ചയക്കാനോ നിരസിക്കാനോ സാധിക്കില്ല. ഇപ്പൊ നമ്മൾ നോക്കിയത് രാഷ്ട്രപതിക്ക് വീറ്റോ അധികാരങ്ങൾ എന്താണെന്നാണ് നോക്കിയത്. ഇനി വീറ്റോ അധികാരം ഇല്ലാത്ത ബില്ല് ഏതാണ്? ഭരണഘടനാ ഭേദഗതി ബിൽ പാർലമെന്റ് പാസാക്കി അയച്ചാൽ പ്രസിഡന്റ് ഒപ്പിടണമെന്നത് നിർബന്ധമാണ്. ഇത്തരം ബില്ലുകളിൽ പ്രസിഡന്റിന് വീറ്റോ അധികാരം ഉണ്ടാകില്ല. ഭരണഘടനാ ഭേദഗതി ബില്ലുകളിൽ പ്രസിഡന്റിന് ഉണ്ടായിരുന്ന വീറ്റോ അധികാരം നിർത്തലാക്കിയ ഭരണഘടനാ ഭേദഗതി ഏതാണ്? 24ാം ഭരണഘടനാ ഭേദഗതിയാണ്. വർഷം 1971. ഇപ്പൊ നമ്മൾ നോക്കിയത് എന്താണ്? വീറ്റോ അധികാരം. ഇനി ഓർഡിനൻസ് പുറപ്പെടുവിക്കാനുള്ള രാഷ്ട്രപതിയുടെ അധികാരം എന്താണെന്ന് നോക്കാം. രാഷ്ട്രപതിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട നിയമനിർമ്മാണ അധികാരമാണ് ഓർഡിനൻസ് പുറപ്പെടുവിക്കുക എന്നുള്ളത്. ഓർഡിനൻസ് പുറപ്പെടുവിക്കാൻ രാഷ്ട്രപതിക്ക് അധികാരം നൽകുന്ന ഭരണഘടനാ വകുപ്പ് ഏതാണ്? നമ്മൾ നോക്കിയിരുന്നു ആർട്ടിക്കിൾ 123. പാർലമെന്റ് സമ്മേളിച്ച് 6 ആഴ്ചയ്ക്കുള്ളിൽ ഓർഡിനൻസ് സഭ അംഗീകരിച്ചില്ലെങ്കിൽ അത് റദ്ദാവുന്നതാണ്. പാർലമെന്റ് അംഗീകരിച്ച ഒരു ഓർഡിനൻസിന്റെ കാലാവധി എത്രയാണ്? 6 മാസമാണ്. രാഷ്ട്രപതിക്ക് ഏത് സമയത്തും ഓർഡിനൻസുകൾ പിൻവലിക്കാവുന്നതാണ്. ഏറ്റവും കൂടുതൽ ഓർഡിനൻസുകൾ പുറപ്പെടുവിച്ച രാഷ്ട്രപതി ആരാണ്? ഫഖ്റുദ്ദീൻ അലി അഹമ്മദ്. അടുത്തത് ഇംപീച്ച്മെന്റ്. ഇംപീച്ച്മെന്റിലൂടെ രാഷ്ട്രപതിയെ നീക്കം ചെയ്യുന്ന ഭരണഘടനാ വകുപ്പ് ഏതാണ്? ആർട്ടിക്കിൾ 61. ഭരണഘടനാ ലംഘനം മാത്രമാണ് രാഷ്ട്രപതിയെ ഇംപീച്ച്മെന്റ് ചെയ്യാനുള്ള ഏക കാരണം. പാർലമെന്റിന്റെ ഇരുസഭകളിൽ ഏതെങ്കിലും ഒന്നിൽ അവതരിപ്പിക്കുന്ന ഇംപീച്ച് ബില്ല് ആ സഭയുടെ മൊത്തം അംഗസംഖ്യയുടെ 2/3 ഭൂരിപക്ഷത്തിൽ പാസാക്കിയാൽ അത് അടുത്ത സഭയിലേക്ക് അയക്കുന്നു. രണ്ടാമത്തെ സഭയ്ക്ക് അതിന്മേൽ പുനരന്വേഷണം നടത്താവുന്നതാണ്. അതിനുശേഷം സഭയുടെ 2/3 ഭൂരിപക്ഷത്തിൽ ബില്ല് പാസാക്കിയാൽ രാഷ്ട്രപതി ഇംപീച്ച് ചെയ്യപ്പെടും. ഇന്ത്യയിൽ ഇതുവരെ ഒരു രാഷ്ട്രപതിയും ഇംപീച്ച്മെന്റിന് വിധേയനായിട്ടില്ല. 14 ദിവസത്തെ മുൻകൂർ നോട്ടീസ് നൽകിയതിനു ശേഷം രാജ്യസഭയിലോ ലോകസഭയിലോ ഇംപീച്ച്മെന്റ് പ്രമേയം അവതരിപ്പിക്കാവുന്നതാണ്. ഈ പ്രമേയം സഭയുടെ 1/4 അംഗങ്ങൾ ഒപ്പുവച്ചിരിക്കണം. രാഷ്ട്രപതി സ്ഥാനം ഒഴിവു വന്നാൽ പുതിയ രാഷ്ട്രപതിയെ തെരഞ്ഞെടുക്കേണ്ട പരമാവധി കാലാവധി എത്രയാണ്? 6 മാസം. ഇനി അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാനുള്ള രാഷ്ട്രപതിയുടെ അധികാരം നമ്മൾ ഏത് ആർട്ടിക്കിളാണ്? ആർട്ടിക്കിൾ 352 തൊട്ട് 360. അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാനുള്ള രാഷ്ട്രപതിയുടെ അധികാരം ആർട്ടിക്കിൾ 352 തൊട്ട് 360 വരെ. അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നതിനുള്ള രാഷ്ട്രപതിയുടെ അധികാരത്തെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ ഭാഗം ഏതാണ്? ഭാഗം 18. അടിയന്തരാവസ്ഥ എന്ന ആശയം ഇന്ത്യ കടമെടുത്തിരിക്കുന്നത് എവിടുന്നാണ്? 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടിൽ നിന്നാണ്. അടിയന്തരാവസ്ഥ കാലത്ത് മൗലികാവകാശങ്ങൾ റദ്ദാക്കൽ എന്ന ആശയം ഇന്ത്യ കടമെടുത്തിരിക്കുന്നത് എവിടുന്നാണ്? വെയ്മർ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ജർമ്മനി. അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാനുള്ള അധികാരം രാഷ്ട്രപതിക്കാണ്. ഇന്ത്യൻ ഭരണഘടനയിൽ 3 തരത്തിലുള്ള അടിയന്തരാവസ്ഥകളെ കുറിച്ച് പ്രതിപാദിക്കുന്നു. 1. ദേശീയ അടിയന്തരാവസ്ഥ ആർട്ടിക്കിൾ 352. 2. സംസ്ഥാന അടിയന്തരാവസ്ഥ ആർട്ടിക്കിൾ 356. 3. സാമ്പത്തിക അടിയന്തരാവസ്ഥ ആർട്ടിക്കിൾ 360. അത് നമുക്ക് ദേശീയ അടിയന്തരാവസ്ഥയെ പറ്റി നോക്കാം. മന്ത്രിസഭയിൽ നിന്നുള്ള എഴുതി തയ്യാറാക്കിയ ശുപാർശയുടെ അടിസ്ഥാനത്തിലാണ് രാഷ്ട്രപതി ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നത്. പാർലമെന്റിന്റെ അനുമതിയോടുകൂടി അടിയന്തരാവസ്ഥ നീട്ടിവെക്കാൻ രാഷ്ട്രപതിക്ക് അധികാരമുണ്ട്. ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിരിക്കുമ്പോൾ ആർട്ടിക്കിൾ 20, 21 ഒഴികെയുള്ള മൗലിക അവകാശങ്ങളെയെല്ലാം റദ്ദ് ചെയ്യാനുള്ള അധികാരം രാഷ്ട്രപതിക്കുണ്ട്. ക്യാബിനറ്റിന്റെ ലിഖിത ശുപാർശയോടുകൂടി മാത്രമേ രാഷ്ട്രപതിക്ക് അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാൻ കഴിയുകയുള്ളൂ. ഇന്ത്യയിൽ ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കപ്പെട്ടിട്ടുള്ളത് 3 പ്രാവശ്യമാണ്. സായുധ കലാപം, വിദേശ ആക്രമണം, യുദ്ധം എന്നീ അവസരങ്ങളിലാണ് ഈ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നത്. ഇന്ത്യയിൽ ആദ്യമായി ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാനുള്ള കാരണം എന്താണ്? 1962 ചൈനീസ് ആക്രമണമാണ്. ഇന്ത്യയിൽ ആദ്യമായി ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത് ആരാണ്? ഡോക്ടർ എസ് രാധാകൃഷ്ണൻ. ആദ്യത്തെ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചപ്പോൾ ഉണ്ടായ പ്രധാനമന്ത്രി ആരാണ്? ജവഹർലാൽ നെഹ്റു. ആദ്യ അടിയന്തരാവസ്ഥ സമയത്തെ പ്രതിരോധ മന്ത്രി ആരാണ്? VK കൃഷ്ണമേനോൻ. രണ്ടാമത്തെ ദേശീയ അടിയന്തരാവസ്ഥ ഇന്ത്യയിൽ പ്രഖ്യാപിക്കാനുണ്ടായ കാരണം എന്താണ്? 1971 ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം. അപ്പൊ ആദ്യത്തെ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാനുള്ള കാരണം എന്താണ്? 1962 ചൈനീസ് ആക്രമണം. രണ്ടാമത്തെ എന്താണ്? 1971 ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം. രണ്ടാം ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച ഇന്ത്യൻ പ്രസിഡന്റ് ആരാണ്? VV ഗിരി. ആ സമയത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രി ആരാണ്? ഇന്ദിരാഗാന്ധി. ആ സമയത്തെ പ്രതിരോധ മന്ത്രി ആരാണ്? ജഗ്ജീവൻ റാം. 1975 ആഭ്യന്തര കലാപത്തെ തുടർന്നായിരുന്നു ഇന്ത്യയിലെ മൂന്നാമത്തെ ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപനം ഉണ്ടായത്. മൂന്നാമത് ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച രാഷ്ട്രപതി ആരാണ്? ഫഖ്റുദ്ദീൻ അലി അഹമ്മദ്. മൂന്നാമത് ദേശീയ അടിയന്തരാവസ്ഥ സമയത്ത് ഇന്ത്യൻ പ്രധാനമന്ത്രി ആരാണ്? ഇന്ദിരാഗാന്ധി. അപ്പൊ രണ്ടാമത്തെ ദേശീയ അടിയന്തരാവസ്ഥ സമയത്ത് ഇന്ത്യൻ പ്രധാനമന്ത്രി ആരെയായിരുന്നു? ഇന്ദിരാഗാന്ധി.
രണ്ടാമത്തേതും മൂന്നാമത്തേതും അടിയന്തരാവസ്ഥ പിൻവലിച്ചത് ആരാണ്? BD ജെട്ടി 1977 മാർച്ച് 21. 1975 അടിയന്തരാവസ്ഥ കാലത്തെ അതിക്രമങ്ങളെ കുറിച്ച് അന്വേഷിക്കാൻ നിയമിച്ച കമ്മീഷൻ ഏതാണ്? ഷാ കമ്മീഷൻ. അപ്പൊ അടിയന്തരാവസ്ഥ കാലഘട്ടങ്ങൾ നമുക്ക് ഷോർട്ടായിട്ട് നോക്കാം. എന്താണ് ആദ്യത്തെ എന്താണ് നടന്നത്? 1962 ഒക്ടോബർ 26 തൊട്ട് 1968 ജനുവരി 10 എന്തായിരുന്നു? ചൈനീസ് അധിനിവേശം. 1971 ഡിസംബർ 3 തൊട്ട് 1977 മാർച്ച് 21 എന്തായിരുന്നു? ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം. 1975 ജൂൺ 25 തൊട്ട് 1977 മാർച്ച് 21 എന്തായിരുന്നു? ആഭ്യന്തര പ്രശ്നങ്ങൾ. ഇതൊക്കെയായിരുന്നു എന്ത്? അടിയന്തരാവസ്ഥ കാലഘട്ടങ്ങൾ. ജനതാ സർക്കാരിന്റെ കാലത്ത് നിയമമന്ത്രിയായിരുന്ന ശാന്തി ഭൂഷൺ നടപ്പിലാക്കിയ 1978 44 ഭരണഘടനാ ഭേദഗതി പ്രകാരം ആഭ്യന്തര അസ്വസ്ഥത എന്നത് സായുധ കലാപം എന്നാക്കി മാറ്റി. അടുത്തത് നമുക്കൊരു ക്വസ്റ്റ്യൻ നോക്കാം. ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച് എത്ര മാസത്തിനകം പാർലമെന്റിന്റെ ഇരുസഭകളും അതിന് അംഗീകാരം നൽകിയിരിക്കണം? 1 മാസമാണോ, 2 മാസമാണോ, 6 മാസമാണോ, 3 മാസമാണോ? എന്താണ്? 1 മാസം. 1978 വരെ ഇത് എത്രയായിരുന്നു? 2 മാസമായിരുന്നു. 44 ഭരണഘടനാ ഭേദഗതിയിലൂടെ ഇത് 1 മാസമാക്കി കുറച്ചു. അപ്പോൾ ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച് 1 മാസത്തിനകം പാർലമെന്റിന്റെ ഇരുസഭകളും അതിന് അംഗീകാരം നൽകിയിരിക്കണം. സംസ്ഥാനങ്ങളിലെ രാഷ്ട്രപതി ഭരണം ഏത് ആർട്ടിക്കിൾ? ആർട്ടിക്കിൾ 356. എന്താണെന്ന് നോക്കാം. സംസ്ഥാനങ്ങളിൽ രാഷ്ട്രപതി ഭരണം പ്രഖ്യാപിക്കുന്ന ഭരണഘടനാ വകുപ്പ് നമ്മൾ പറഞ്ഞു ആർട്ടിക്കിൾ 356. ഭരണഘടനാപരമായ ഉത്തരവാദിത്തം നിർവഹിക്കാൻ ഒരു സംസ്ഥാന ഗവൺമെന്റിന് കഴിയാതെ വരുമ്പോൾ സംസ്ഥാനത്ത് രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തുന്നു. രാഷ്ട്രപതി ഭരണത്തിന് കീഴിലായ ഒരു സംസ്ഥാനത്തിന്റെ മുഴുവൻ നിയന്ത്രണവും കേന്ദ്ര സർക്കാരിനായിരിക്കും. എന്നാൽ അധികാരങ്ങൾ ഗവർണറിലൂടെയാണ് നടപ്പിലാക്കുന്നത്. അടുത്തത് രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തുവാനുള്ള സാഹചര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യത്തത് സംസ്ഥാന നിയമസഭയിൽ ഭൂരിപക്ഷം ലഭിച്ച മുന്നണിക്ക് ഒരു മുഖ്യമന്ത്രിയെ തെരഞ്ഞെടുക്കാൻ കഴിയാതെ വരുമ്പോൾ. 2 ഒഴിവാക്കാൻ ബുദ്ധിമുട്ടുള്ള കാരണങ്ങളാൽ ഇലക്ഷൻ നീട്ടിവെക്കേണ്ടി വരുമ്പോൾ. 3 ഭരണഘടനാപരമായ പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ. അടുത്തത് വിവിധ സംസ്ഥാനങ്ങളിലെ രാഷ്ട്രപതി ഭരണം എന്തൊക്കെയാണെന്ന് നോക്കാം. ഇന്ത്യയിൽ ആദ്യമായി പ്രസിഡന്റ് ഭരണം ഏർപ്പെടുത്തിയ പ്രദേശം ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? വിന്ധ്യ പ്രദേശ്. നിലവിലെ ഉത്തർപ്രദേശിലെ ഭാഗങ്ങളും മധ്യപ്രദേശിലെ ഭാഗങ്ങളും ചേർന്നുള്ള പ്രദേശമാണ്. ഭരണഘടന നിലവിൽ വന്നതിന് ശേഷം ആർട്ടിക്കിൾ 356 പ്രകാരം പ്രസിഡന്റ് ഭരണം ഏർപ്പെടുത്തിയ സംസ്ഥാനം ഏതാണ്? പഞ്ചാബ്. ജനങ്ങളാൽ തെരഞ്ഞെടുക്കപ്പെട്ട ഭൂരിപക്ഷമുള്ള സർക്കാരിനെ പുറത്താക്കി പ്രസിഡന്റ് ഭരണം ഏർപ്പെടുത്തിയ ആദ്യ സംസ്ഥാനം ചോദിച്ചു കഴിഞ്ഞാൽ കേരളമാണ്. കേരളത്തിൽ ആദ്യമായി പ്രസിഡന്റ് ഭരണം ഏർപ്പെടുത്തിയത് കേരള സംസ്ഥാന രൂപീകരണ സമയത്താണ്. കേരളത്തിൽ പ്രസിഡന്റ് ഭരണം ഏർപ്പെടുത്തിയിട്ടുള്ളത് 7 തവണയാണ്. കേരളത്തിൽ അവസാനമായി അടിയന്തരാവസ്ഥ ഏർപ്പെടുത്തിയ വർഷം 1982. ഏറ്റവും കൂടുതൽ തവണ രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തിയ സംസ്ഥാനങ്ങൾ ഏതാണ്? മണിപ്പൂരും ഉത്തർപ്രദേശും 10 തവണ വെച്ചിട്ടാണ് രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തിയത്. ഏറ്റവും കൂടുതൽ കാലം രാഷ്ട്രപതി ഭരണത്തിൽ കീഴിലായിരുന്ന സംസ്ഥാനം ഏതാണ്? പഞ്ചാബ്. ഏറ്റവും ദൈർഘ്യമേറിയ അടിയന്തരാവസ്ഥ ഏർപ്പെടുത്തിയ സംസ്ഥാനം ഏതാണ്? ജമ്മു കാശ്മീർ. 6 വർഷവും 264 ദിവസവുമാണ്. ഇപ്പോ നിലവിൽ എന്താണത്? കേന്ദ്രഭരണ പ്രദേശമാണ്. അടുത്തത് സാമ്പത്തിക അടിയന്തരാവസ്ഥ ആർട്ടിക്കിൾ 360. രാജ്യത്തിന്റെ സാമ്പത്തിക സ്ഥിതിക്ക് ഭീഷണി ഉണ്ടാകുന്ന അവസരത്തിലാണ് ആർട്ടിക്കിൾ 360 അനുസരിച്ച് രാഷ്ട്രപതി സാമ്പത്തിക അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നത്. രാജ്യം സാമ്പത്തിക അടിയന്തരാവസ്ഥയിലായിരിക്കുമ്പോൾ സുപ്രീം കോടതി, ഹൈക്കോടതി ജഡ്ജിമാരുൾപ്പെടെ കേന്ദ്രത്തിലും സംസ്ഥാനത്തിലുമുള്ള എല്ലാ ഉദ്യോഗസ്ഥരുടെയും ശമ്പളവും മറ്റ് ആനുകൂല്യങ്ങളും കുറവ് ചെയ്യാൻ രാഷ്ട്രപതിക്ക് അധികാരമുണ്ട്. ഇന്ത്യയിൽ ഇതുവരെ സാമ്പത്തിക അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിട്ടില്ല. അടുത്തത് അടിയന്തരാവസ്ഥകളും കാലാവധിയും. 1 ദേശീയ അടിയന്തരാവസ്ഥ. ഓരോ 6 മാസം കൂടുമ്പോഴും പാർലമെന്റിന്റെ അംഗീകാരം നേടിയാൽ ദേശീയ അടിയന്തരാവസ്ഥ അനിശ്ചിത കാലത്തേക്ക് നീട്ടിക്കൊണ്ടു പോകാവുന്നതാണ്. സംസ്ഥാനങ്ങളിലെ രാഷ്ട്രപതി ഭരണം അതിൽ ഓരോ 6 മാസം കൂടുമ്പോഴും പാർലമെന്റിന്റെ അംഗീകാരം നേടി പരമാവധി 3 വർഷത്തേക്ക് സംസ്ഥാനങ്ങളിൽ രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്താവുന്നതാണ്. അടുത്തത് സാമ്പത്തിക അടിയന്തരാവസ്ഥയിൽ പ്രത്യേക കാലാവധി ഇല്ല. ഇനി നമുക്ക് രാഷ്ട്രപതി ഭവനെ പറ്റി നോക്കാം. ഇന്ത്യൻ രാഷ്ട്രപതിയുടെ ഔദ്യോഗിക വസതി ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രാഷ്ട്രപതി ഭവനാണ്. രാഷ്ട്രപതി ഭവൻ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ന്യൂഡൽഹിയിലാണ്. 1950 വരെ രാഷ്ട്രപതി ഭവൻ അറിയപ്പെട്ടിരുന്നത് എന്തായിട്ടാണ്? വൈസ്രോയുടെ ഭവനം എന്നാണ് അറിയപ്പെട്ടിരുന്നത്. രാഷ്ട്രപതി ഭവന്റെ ശില്പി ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സർ എഡ്വിൻ ലുട്ടൻസ്. സ്വാതന്ത്ര്യത്തിന് മുമ്പ് രാഷ്ട്രപതി ഭവൻ അറിയപ്പെട്ടിരുന്നത് എന്തായിട്ടായിരുന്നു? വൈസ് റീഗൽ പാലസ്. 1912 മന്ദിരത്തിന്റെ നിർമ്മാണം ആരംഭിച്ചത്. രാഷ്ട്രപതി ഭവൻ നിർമ്മാണം പൂർത്തിയായ വർഷം ഏതാണ്? 1929. രാഷ്ട്രപതി ഭവനിൽ താമസിച്ച ആദ്യ ഇന്ത്യൻ ഭരണാധികാരി ആരായിരുന്നു? സി രാജഗോപാലാചാരി. വൈസ് റീഗൽ പാലസിൽ താമസിച്ച ആദ്യ വ്യക്തി ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇർവിൻ പ്രഭു. അടുത്തത് രാഷ്ട്രപതി നിലയം. രാഷ്ട്രപതിയുടെ ദക്ഷിണേന്ത്യയിലെ ഔദ്യോഗിക വസതിയാണ് രാഷ്ട്രപതി നിലയം.
രാഷ്ട്രപതി നിലയം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഹൈദരാബാദിലാണ്. 1860 ഹൈദരാബാദ് ഭരണാധികാരിയായിരുന്ന നിസാമാണ് ഈ മന്ദിരം പണി കഴിപ്പിച്ചത്. അടുത്തത് രാഷ്ട്രപതി നിവാസ്. രാഷ്ട്രപതി നിവാസ് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഷിംല, ഹിമാചൽ പ്രദേശിൽ. വൈസ്രോയുടെ വസതിയായി നിർമ്മിച്ച വൈസ് റീഗൽ ലോഡ്ജാണ് സ്വാതന്ത്ര്യം കിട്ടിയതിനു ശേഷം രാഷ്ട്രപതി നിവാസായി മാറിയത്. രാഷ്ട്രപതി നിവാസിന്റെ ശില്പി ആരാണ്? ഹെൻറി ഇർവിൻ. 1880 നിർമ്മാണം ആരംഭിച്ച രാഷ്ട്രപതി നിവാസ് 1888 പൂർത്തിയായത്. ഇനി നമുക്ക് ഇന്ത്യൻ രാഷ്ട്രപതിമാരെ പറ്റി നോക്കാം. എത്ര രാഷ്ട്രപതിമാരുണ്ടായിരുന്നു? 15 രാഷ്ട്രപതിമാരുണ്ടായിരുന്നു. ആദ്യത്തെ രാഷ്ട്രപതി ആരാ ചോദിച്ചു കഴിഞ്ഞാൽ രാജേന്ദ്ര പ്രസാദ് ആയിരുന്നു. രണ്ടാമത്തത് ഡോക്ടർ എസ് രാധാകൃഷ്ണൻ, 3 സക്കീർ ഹുസൈൻ, 4 വി ഗിരി, 5 ഫക്രുദ്ദീൻ അലി അഹമ്മദ്, 6 നീലം സഞ്ജീവ് റെഡ്ഡി, 7 ഗ്യാനി സെയിൽ സിംഗ്, 8 ആർ വെങ്കിട്ടരാമൻ, 9 ശങ്കർ ദയാൽ ശർമ്മ, 10 KR നാരായണൻ, 11 APJ അബ്ദുൽ കലാം, 12 പ്രതിഭ പാട്ടീൽ, 13 പ്രണബ് കുമാർ മുഖർജി, 14 രാംനാഥ് കോവിന്ദ്, 15 ദ്രൗപദി മുർമു. നിലവിലെ ഇന്ത്യൻ രാഷ്ട്രപതി ആരാണ്? ദ്രൗപദി മുർമു. അടുത്തത് ആക്ടിംഗ് പ്രസിഡന്റ്. എന്താണ് ആക്ടിംഗ് പ്രസിഡന്റ്? നിലവിലെ പ്രസിഡന്റ് ലഭ്യമല്ലാത്തപ്പോൾ, അതായത് അസുഖം അല്ലെങ്കിൽ അവധിക്കാലം പോലെ എന്തെങ്കിലും, അല്ലെങ്കിൽ ആ സ്ഥാനം ഒഴിഞ്ഞു കിടക്കുമ്പോൾ, അതായത് അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ മരണം, പരിക്ക്, രാജി, പിരിച്ചുവിടൽ എന്നിങ്ങനെയുള്ളവ. ഒരു രാജ്യത്തിന്റെ പ്രസിഡന്റിന്റെ റോൾ താൽക്കാലികമായി നിർവഹിക്കുന്ന വ്യക്തിയാണ് ആര്? ആക്ടിംഗ് പ്രസിഡന്റ് എന്ന് പറഞ്ഞാൽ. ഇതുവരെ ആക്ടിംഗ് പ്രസിഡന്റുമാരായിട്ട് 3 പേരാണ് ഉണ്ടായിരുന്നത്. 1 വി ഗിരി, 2 M ഹിദായത്തുള്ള, 3 BD ജെട്ടി. ഇനി ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് രാഷ്ട്രപതിമാരെ പറ്റി നോക്കാം. ആദ്യത്തത് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. 1950 തൊട്ട് 1962 വരെയായിരുന്നു. ഇന്ത്യയുടെ പ്രഥമ രാഷ്ട്രപതിയായിരുന്നു. തുടർച്ചയായി 2 തവണ രാഷ്ട്രപതിയായി തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തിയാണ്. ഏറ്റവും കൂടുതൽ കാലം രാഷ്ട്രപതി സ്ഥാനം വഹിച്ചിരുന്ന വ്യക്തി. 12 വർഷമായിരുന്നു രാഷ്ട്രപതി സ്ഥാനം വഹിച്ചിരുന്നത്. രാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ ശതമാനം വോട്ട് ലഭിച്ച രാഷ്ട്രപതിയാണ്. ബീഹാർ ഗാന്ധി എന്നറിയപ്പെട്ടിരുന്ന ഇന്ത്യൻ രാഷ്ട്രപതിയാണ്. 1951 ആദ്യ ഏഷ്യൻ ഗെയിംസ് ഉദ്ഘാടനം ചെയ്ത വ്യക്തിയാണ്. 1962 ഭാരതത്തിന്റെ പരമോന്നത ബഹുമതിയായ ഭാരതരത്നം നേടിയ രാഷ്ട്രപതി. ഭരണഘടനാ നിർമ്മാണ സഭയുടെ സ്ഥിരം അധ്യക്ഷനായി തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തിയാണ്. നെഹ്റുവിന്റെ ഇടക്കാല മന്ത്രിസഭയിൽ കൃഷി ഭക്ഷ്യ വകുപ്പുകൾ കൈകാര്യം ചെയ്തിരുന്ന വ്യക്തിയാണ്. കേരള നിയമസഭയിൽ ചിത്രം അനാച്ഛാദനം ചെയ്യപ്പെട്ട ആദ്യ പ്രസിഡന്റാണ്. ഇന്ത്യയിൽ ആദ്യമായി പാർലമെന്റിന്റെ സംയുക്ത സമ്മേളനം വിളിച്ചു ചേർത്ത പ്രസിഡന്റാണ്. വർഷം 1961. 1934-35 കാലഘട്ടത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റാണ്. സുഭാഷ് ചന്ദ്രബോസ് രാജിവെച്ചതിനെ തുടർന്ന് 1939 ഇദ്ദേഹം INC പ്രസിഡന്റ് പദവി അലങ്കരിച്ചിട്ടുണ്ട്. ദേശ് ഹിന്ദി വാരികയുടെ സ്ഥാപകനാണ്. ഇദ്ദേഹം അവസാന കാലഘട്ടത്തിൽ പാട്നയിൽ ഗംഗാ തീരത്തുള്ള സദാഗത് ആശ്രമത്തിലാണ് കഴിഞ്ഞിരുന്നത്. ഇദ്ദേഹം ഗാന്ധിജിയെ കണ്ടുമുട്ടിയ വർഷം ഏതാണ്? 1916 ലക്നൗ കോൺഗ്രസ് സമ്മേളനത്തിലാണ്. ആർട്ടിക്കിൾ 356 പ്രകാരം കേരളത്തിൽ EMS മന്ത്രിസഭയെ പിരിച്ചുവിട്ട് രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തിയ രാഷ്ട്രപതിയാണ്. രാജേന്ദ്ര പ്രസാദിന്റെ ആത്മകഥ ഏതാണ്? ആത്മകഥ വർഷം 1946. അദ്ദേഹത്തിന്റെ അന്ത്യവിശ്രമ സ്ഥലം അറിയപ്പെടുന്നത് എന്താണ്? മഹാപ്രയാൻഘട്ട് പാട്നയിലാണ്. ഡോക്ടർ രാജേന്ദ്ര പ്രസാദിന്റെ പ്രധാന പുസ്തകങ്ങളാണിത്. 1 സത്യാഗ്രഹ ചമ്പാരൻ, ഇന്ത്യ ഡിവൈഡഡ്, ആത്മകഥ, മഹാത്മാഗാന്ധി ആൻഡ് ബീഹാർ, ബാപ്പു കെ കദോം മേ. അടുത്തത് ഡോക്ടർ എസ് രാധാകൃഷ്ണൻ. 1962 തൊട്ട് 1967 വരെ ഇന്ത്യയുടെ 2ാമത്തെ രാഷ്ട്രപതി. എതിർ സ്ഥാനാർത്ഥിയില്ലാതെ വൈസ് പ്രസിഡന്റായി തെരഞ്ഞെടുത്ത ആദ്യ വ്യക്തി. രാജ്യസഭയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ഡോക്ടർ എസ് രാധാകൃഷ്ണനാണ്. 1962 മുതൽ ഇദ്ദേഹത്തിന്റെ ജന്മദിനമായ സെപ്റ്റംബർ 5 അധ്യാപക ദിനമായി ആചരിക്കുന്നു. രാഷ്ട്രപതി സ്ഥാനത്തെത്തിയ ആദ്യ സ്വതന്ത്ര സ്ഥാനാർത്ഥി. കേന്ദ്ര സാഹിത്യ അക്കാദമി ഫെലോഷിപ്പ് നേടിയ ആദ്യ ഇന്ത്യക്കാരൻ. ബാല്യ സാഹിത്യകാരൻ എന്ന നിലയിൽ അറിയപ്പെടുന്ന രാഷ്ട്രപതി. ടെമ്പിൾട്ടൺ പുരസ്കാരം ലഭിച്ച 2ാമത്തെ ഇന്ത്യക്കാരൻ. അപ്പൊ ആദ്യത്തെ ആരാണ്? മദർ തെരേസ. ഇന്ത്യയുടെ ആദ്യ ഉപരാഷ്ട്രപതി. ദക്ഷിണേന്ത്യയിൽ നിന്നുള്ള ആദ്യ രാഷ്ട്രപതി. തത്വചിന്തകനായ രാഷ്ട്രപതി. ഉപരാഷ്ട്രപതി ആയതിനു ശേഷം രാഷ്ട്രപതിയായ ആദ്യത്തെ വ്യക്തിയാണ് ആര്? ഡോക്ടർ എസ് രാധാകൃഷ്ണൻ. ഭരണഘടന പദവിയിലിരിക്കെ തന്നെ ഭാരതരത്നം ലഭിച്ച വ്യക്തിയാണ്. വർഷം 1954. 1962 ഒക്ടോബർ 26 ഇന്ത്യ ചൈന യുദ്ധത്തെ തുടർന്ന് ഇന്ത്യയിൽ ആദ്യമായി അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച രാഷ്ട്രപതിയാണ്. ആന്ധ്ര യൂണിവേഴ്സിറ്റിയുടെയും ബനാറസ് യൂണിവേഴ്സിറ്റിയുടെയും വൈസ് ചാൻസലർ ആയിരുന്നു ഇദ്ദേഹം. ഇനി സക്കീർ ഹുസൈൻ. 1967 തൊട്ട് 1969 വരെ ഇന്ത്യയിലെ ആദ്യ മുസ്ലിം രാഷ്ട്രപതിയാണ്. ഇന്ത്യയുടെ 3ാമത്തെ രാഷ്ട്രപതിയായിരുന്നു. ഇന്ത്യയുടെ 2ാമത്തെ ഉപരാഷ്ട്രപതി. ഒരു ഇന്ത്യൻ സംസ്ഥാനത്തെ, അതായത് ബീഹാർ ഗവർണറായ ശേഷം പ്രസിഡന്റായ ആദ്യത്തെ വ്യക്തിയാണ്. ജാമിയ മിലിയ ഇസ്ലാമിക യൂണിവേഴ്സിറ്റിയുടെ രൂപീകരണത്തിൽ മുഖ്യ പങ്ക് വഹിക്കുകയും പിൽക്കാലത്ത് യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലറായി സേവനമനുഷ്ഠിക്കുകയും ചെയ്ത വ്യക്തിയാണ്. 1963 ഭാരതരത്ന ലഭിച്ച വ്യക്തി. ഏറ്റവും കുറച്ചുകാലം ഇന്ത്യയുടെ രാഷ്ട്രപതിയായിരുന്ന വ്യക്തിയാണ്. അധികാരത്തിലിരിക്കെ അന്തരിച്ച ആദ്യ ഇന്ത്യൻ രാഷ്ട്രപതിയാണ്. രാജ്യസഭാംഗമായ ശേഷം രാഷ്ട്രപതിയായ ആദ്യ വ്യക്തിയാണ്.
പ്ലേറ്റോയുടെ റിപ്പബ്ലിക് എന്ന കൃതി ഉറുദു ഭാഷയിലേക്ക് തർജ്ജമ ചെയ്ത വ്യക്തിയാണ്. 1968 ജനുവരി 10 ആദ്യ ദേശീയ അടിയന്തരാവസ്ഥ പിൻവലിച്ച രാഷ്ട്രപതിയാണ് ആര്? സക്കീർ ഹുസൈൻ. സക്കീർ ഹുസൈന്റെ പ്രധാന പുസ്തകങ്ങൾ എന്തൊക്കെയാണ്? 1. ദ ഡൈനാമിക് യൂണിവേഴ്സിറ്റി, ക്യാപിറ്റലിസം ദി എസ്സേസ് ഇൻ അണ്ടർസ്റ്റാൻഡിംഗ്, ബ്ലോവിംഗ് ഹോട്ട്, ബ്ലോവിംഗ് കോൾഡ്. ഇതൊക്കെയാണ് എന്ത് പ്രധാന പുസ്തകങ്ങൾ. ഇനി വി ഗിരി 1969 തൊട്ട് 1974 വരെ ഇന്ത്യയുടെ 4ാമത്തെ രാഷ്ട്രപതി, ആക്ടിംഗ് പ്രസിഡന്റ് ആയതിനു ശേഷം പ്രസിഡന്റായ ആദ്യ വ്യക്തി, കേരള ഗവർണർ ആയ ശേഷം പ്രസിഡന്റായ ഏക വ്യക്തി, പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കുറഞ്ഞ ഭൂരിപക്ഷത്തിൽ വിജയിച്ച വ്യക്തിയാണ്. രാഷ്ട്രപതി തെരഞ്ഞെടുപ്പിന്റെ ചരിത്രത്തിൽ സെക്കൻഡ് പ്രിഫറൻഷ്യൽ വോട്ടുകൾ എണ്ണിയതിനു ശേഷം മാത്രം വിജയിച്ച ആദ്യ രാഷ്ട്രപതി. കോൺഗ്രസിന്റെ ഔദ്യോഗിക സ്ഥാനാർത്ഥിയായിരുന്ന നീലം സഞ്ജീവ റെഡ്ഡിയെയാണ് വി ഗിരി പരാജയപ്പെടുത്തിയത്. 1931 ലണ്ടനിൽ നടന്ന 2ാം വട്ടമേശ സമ്മേളനത്തിൽ തൊഴിലാളികളുടെ പ്രതിനിധിയായി പങ്കെടുത്ത വ്യക്തിയാണ്. ബംഗ്ലാദേശ് രൂപം കൊണ്ട സമയത്തെ ഇന്ത്യൻ പ്രസിഡന്റായിരുന്നു. നാഷണൽ ലേബർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഇദ്ദേഹത്തിന്റെ പേരിലാണ് നാമകരണം ചെയ്തിരിക്കുന്നത്. 1975 ഇന്ത്യയുടെ പരമോന്നത ബഹുമതിയായ ഭാരതരത്നം ഇദ്ദേഹത്തിന് ലഭിച്ചു. പ്രധാന പുസ്തകങ്ങൾ എന്തൊക്കെയാണ്? ജോബ് ഫോർ ദ മില്യൻസ്, മൈ ലൈഫ് ആൻഡ് ടൈംസ്, വോയിസ് ഓഫ് കൺസേൺസ്, ലേബർ പ്രോബ്ലംസ് ഇൻ ഇന്ത്യൻ ഇൻഡസ്ട്രി, ഇൻഡസ്ട്രിയൽ റിലേഷൻസ്. ഇതൊക്കെയാണ് വി ഗിരിയുടെ പ്രധാന പുസ്തകങ്ങൾ. ഇനി ഫക്രുദ്ദീൻ അലി അഹമ്മദ് 1974 തൊട്ട് 1977 വരെ 20ാം നൂറ്റാണ്ടിൽ ജനിച്ച ആദ്യ ഇന്ത്യൻ പ്രസിഡന്റ്, ഇന്ത്യയുടെ 5ാമത്തെ രാഷ്ട്രപതി. ഫക്രുദ്ദീൻ അലി അഹമ്മദ് മെഡിക്കൽ കോളേജ് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ആസാമിലെ ബാർപേട്ട. ഇന്ത്യയുടെ 2ാമത്തെ മുസ്ലിം പ്രസിഡന്റാണ്. 1975 ആഭ്യന്തര അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച രാഷ്ട്രപതിയാണ്. പദവിയിലിരിക്കെ അന്തരിച്ച 2ാമത്തെ രാഷ്ട്രപതി. ഏറ്റവും കൂടുതൽ ഓർഡിനൻസുകൾ പുറപ്പെടുവിച്ച രാഷ്ട്രപതി. യുദ്ധാനന്തരമല്ലാതെ ഒരു അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച രാഷ്ട്രപതി. നിർഭാഗ്യവാനായ രാഷ്ട്രപതി എന്നറിയപ്പെടുന്ന രാഷ്ട്രപതി. ഇനി നീലം സഞ്ജീവ റെഡ്ഡി 1977 തൊട്ട് 1982 വരെ സ്വതന്ത്ര ഇന്ത്യയുടെ 6ാമത് രാഷ്ട്രപതി. ആന്ധ്രാപ്രദേശിലെ സംസ്ഥാന മുഖ്യമന്ത്രി, ലോക്സഭാ സ്പീക്കർ എന്നീ പദവികൾക്ക് ശേഷം പ്രസിഡന്റായ വ്യക്തി. ഇന്ത്യയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ രാഷ്ട്രപതിയായിരുന്നു. ബിരുദധാരിയല്ലാത്ത ആദ്യത്തെ രാഷ്ട്രപതി. എതിർ സ്ഥാനാർത്ഥിയില്ലാതെ രാഷ്ട്രപതി സ്ഥാനത്തേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ഒരേയൊരു രാഷ്ട്രപതി. 1969 രാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ വി ഗിരിയോട് മത്സരിച്ച് പരാജയപ്പെട്ട വ്യക്തി. അദ്ദേഹം 1953 ആന്ധ്രയിലെ ടി പ്രകാരം മന്ത്രിസഭയിലെ ഡെപ്യൂട്ടി ചീഫ് മിനിസ്റ്റർ ആയിരുന്നു. ലോക്സഭാ സ്പീക്കറായി തെരഞ്ഞെടുക്കപ്പെട്ടപ്പോൾ നിഷ്പക്ഷത പാലിക്കാൻ സ്വന്തം പാർട്ടിയുടെ അംഗത്വം രാജിവെച്ച് മാതൃക കാട്ടിയ നേതാവാണ്. ജനതാ സർക്കാർ രാഷ്ട്രപതിയായി തെരഞ്ഞെടുത്ത വ്യക്തിയാണ്. ആന്ധ്രാപ്രദേശിലെ ആദ്യത്തെ മുഖ്യമന്ത്രിയാണ്. ഇന്ത്യൻ പോസ്റ്റൽ ഡിപ്പാർട്ട്മെന്റ് നീലം സഞ്ജീവ റെഡ്ഡിയുടെ സ്മരണാർത്ഥം അദ്ദേഹത്തിന്റെ 100ാം ജന്മവാർഷികത്തിൽ സ്റ്റാമ്പ് പുറത്തിറക്കി. വർഷം 2013. നീലം സഞ്ജീവ റെഡ്ഡി കോളേജ് ഓഫ് എഡ്യൂക്കേഷൻ ഹൈദരാബാദിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇനി ഗ്യാനി സെയിൽ സിംഗ് 1982 തൊട്ട് 1987 വരെ ഇന്ത്യയുടെ 7ാമത് രാഷ്ട്രപതി. സിംഗ് വംശത്തിൽ നിന്നും ഇന്ത്യൻ രാഷ്ട്രപതി സ്ഥാനത്തേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യത്തെ വ്യക്തിയാണ്. പഞ്ചാബ് മുഖ്യമന്ത്രി പദവി വഹിച്ച ശേഷമാണ് പ്രസിഡന്റ് ആയത്. ഇന്ദിരാഗാന്ധി വധം, ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാർ എന്നിവ സംഭവിക്കുമ്പോൾ ഇന്ത്യൻ രാഷ്ട്രപതിയാണ്. ജ്ഞാനി എന്നറിയപ്പെടുന്ന ഇന്ത്യൻ രാഷ്ട്രപതിയാണ്. പോക്കറ്റ് വീറ്റോ ആദ്യമായി ഉപയോഗിച്ച രാഷ്ട്രപതിയാണ്. ഗ്യാനി സെയിൽ സിംഗിന്റെ അന്ത്യവിശ്രമ സ്ഥലം എവിടെയാണ്? ഏകതാ സ്ഥലം. ഇനി ആർ വെങ്കിട്ടരാമൻ 1987 തൊട്ട് 1992 വരെ തമിഴ്നാടിന്റെ വ്യവസായ ശില്പി എന്നറിയപ്പെടുന്ന രാഷ്ട്രപതിയായിരുന്നു. സ്വാതന്ത്ര്യ ഇന്ത്യയുടെ 8ാമത് രാഷ്ട്രപതി. കേന്ദ്രമന്ത്രിസഭയിൽ ധനകാര്യ മന്ത്രിയായിരുന്നതിനു ശേഷം രാഷ്ട്രപതിയായ ആദ്യത്തെ വ്യക്തി. 2ാം ഘട്ട ബാങ്ക് ദേശസാൽക്കരണ സമയത്തെ കേന്ദ്ര ധനകാര്യ മന്ത്രി. രാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ ജസ്റ്റിസ് BR കൃഷ്ണ അയ്യരെ പരാജയപ്പെടുത്തി രാഷ്ട്രപതിയായ വ്യക്തി. ചൈന സന്ദർശിച്ച ആദ്യത്തെ ഇന്ത്യൻ രാഷ്ട്രപതി. പ്രധാന പുസ്തകങ്ങൾ എന്തൊക്കെയാണ്? മൈ പ്രസിഡൻഷ്യൽ ഇയേഴ്സ്, റോൾ ഓഫ് പ്ലാനിംഗ് ഇൻ ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ്. ഇനി ഡോക്ടർ ശങ്കർ ദയാൽ ശർമ്മ 1992 തൊട്ട് 1997 വരെ സ്വതന്ത്ര ഇന്ത്യയുടെ 9ാമത്തെ രാഷ്ട്രപതി. ആന്ധ്രാപ്രദേശ്, പഞ്ചാബ്, മഹാരാഷ്ട്ര എന്നീ സംസ്ഥാനങ്ങളിലെ ഗവർണറായ ശേഷം രാഷ്ട്രപതിയായ വ്യക്തിയാണ്. ഡോക്ടർ ശങ്കർ ദയാൽ ശർമ്മയുടെ സമാധി സ്ഥലം എവിടെയാണ്? കർമ്മഭൂമി. ഇനി പ്രധാന പുസ്തകങ്ങൾ എന്തൊക്കെയാണ്? റൂൾ ഓഫ് ലോ ആൻഡ് റോൾ ഓഫ് പോലീസ്, കോൺഗ്രസ് അപ്രോച്ച് ടു ഇന്റർനാഷണൽ അഫയേഴ്സ്, ഹൊറൈസൺസ് ഓഫ് ഇന്ത്യൻ എഡ്യൂക്കേഷൻ. ഇതൊക്കെയാണ് ഡോക്ടർ ശങ്കർ ദയാൽ ശർമ്മയുടെ പ്രധാന പുസ്തകങ്ങൾ. ഇനി KR നാരായണൻ 1997 തൊട്ട് 2002 വരെ ഇന്ത്യൻ രാഷ്ട്രപതി സ്ഥാനത്തെത്തിയ ആദ്യത്തെ മലയാളി. ജന്മസ്ഥലം എവിടെയാണ്? ഉഴവൂർ, കോട്ടയത്താണ്. മുഴുവൻ പേരെന്താണ്? കോച്ചേരിൽ രാമൻ നാരായണൻ. 1992 തൊട്ട് 1997 കാലഘട്ടത്തിൽ ഇന്ത്യയുടെ ഉപരാഷ്ട്രപതി പദം വഹിച്ചിരുന്നു. പ്രസിഡന്റ് പദവിയിലെത്തിയ ആദ്യത്തെ ദളിത് വംശജനാണ് ആര്? KR നാരായണൻ.
രാജ്യസഭാ ചെയർമാനായ ആദ്യ മലയാളി. കാർഗിൽ യുദ്ധസമയത്തെ ഇന്ത്യൻ പ്രസിഡന്റ്. ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന്റെ സുവർണ ജൂബിലി ആഘോഷിക്കുമ്പോൾ ഇന്ത്യൻ പ്രസിഡന്റായിരുന്നു. ലോക്സഭാ ഇലക്ഷനിൽ വോട്ട് ചെയ്ത ആദ്യ ഇന്ത്യൻ പ്രസിഡന്റ്. രാജ്യത്തിന്റെ മികച്ച നയതന്ത്രജ്ഞൻ എന്ന് KR നാരായണനെ വിശേഷിപ്പിച്ചത് ആരാണ്? നെഹ്റു. മുൻ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ TN ശേഖനെ രാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെടുത്തിയ ഇന്ത്യൻ രാഷ്ട്രപതിയാണ്. രാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ വോട്ടും ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷവും നേടിയ വ്യക്തിയാണ് ആര്? KR നാരായണൻ. പൊക്രാനിൽ ഇന്ത്യയുടെ രണ്ടാമത്തെ ആണവ പരീക്ഷണ സമയത്തെ രാഷ്ട്രപതി. ഏറ്റവും ദൈർഘ്യം കുറഞ്ഞ ലോകസഭ, അതായത് 12ാം ലോകസഭ പിരിച്ചുവിട്ട രാഷ്ട്രപതിയാണ്. കേരള നിയമസഭയെ അഭിസംബോധന ചെയ്ത ആദ്യത്തെ രാഷ്ട്രപതിയാണ്. ഏറ്റവും പ്രായം കൂടിയ ഇന്ത്യൻ രാഷ്ട്രപതി. അദ്ദേഹം ജനിച്ചത് ഒക്ടോബർ 27, 1920 1997 ജൂലൈ 25 അദ്ദേഹം ഇന്ത്യയുടെ രാഷ്ട്രപതിയായി. 1998 കേരളത്തിന്റെ പുതിയ നിയമസഭാ മന്ദിരം ഉദ്ഘാടനം ചെയ്ത വ്യക്തിയാണ്. പത്രപ്രവർത്തകൻ എന്ന നിലയിൽ മഹാത്മാഗാന്ധിയെ ഇന്റർവ്യൂ ചെയ്ത വ്യക്തിയാണ്. ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റിയിൽ വൈസ് ചാൻസലറായ ഏക മലയാളിയാണ്. KR നാരായണന്റെ പത്നിയും ഇന്ത്യയുടെ പ്രഥമ വനിതയുമായി വിദേശ വംശജ ആരാണ്? ഉഷ നാരായണൻ. KR നാരായണൻ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വിഷ്വൽ സയൻസ് ആൻഡ് ആർട്സ് സ്ഥിതി ചെയ്യുന്നത് തെക്കുംതല, ഇത് കോട്ടയത്താണ്. KR നാരായണന്റെ അന്ത്യവിശ്രമ സ്ഥലം ഏതാണ്? ഉദയ്ഭൂമി, ന്യൂഡൽഹിയിലാണ്. ഇനി പ്രധാന പുസ്തകങ്ങൾ എന്തൊക്കെയാണ്? നെഹ്റു ആൻഡ് ഹിസ് വിഷൻ, ഇമേജസ് ആൻഡ് ഇൻസൈറ്റ്, ഇന്ത്യ ആൻഡ് അമേരിക്ക, എസ്സേസ് ഇൻ അണ്ടർസ്റ്റാൻഡിംഗ്. ഇതൊക്കെയായിരുന്നു KR നാരായണന്റെ പ്രധാന പുസ്തകങ്ങൾ. ഇനി APJ അബ്ദുൾ കലാം 2002 തൊട്ട് 2007 വരെ സ്വതന്ത്ര ഇന്ത്യയുടെ 11ാമത് രാഷ്ട്രപതി. പൂർണ്ണനാമം അവുൾ പക്കീർ ജൈനുലാബ്ദീൻ അബ്ദുൾ കലാം. 1931 തമിഴ്നാട്ടിലെ രാമേശ്വരത്ത് ജനിച്ചു. ഇന്ത്യയുടെ മിസൈൽ മാൻ എന്നറിയപ്പെടുന്ന വ്യക്തിയാണ്. ശാസ്ത്രജ്ഞനായ രാഷ്ട്രീയക്കാരനല്ലാത്ത ആദ്യത്തെ ഇന്ത്യൻ രാഷ്ട്രപതി. ജനങ്ങളുടെ രാഷ്ട്രപതി എന്നറിയപ്പെടുന്ന രാഷ്ട്രപതി. അന്തർവാഹിനി അതായത് സിന്ധു രക്ഷക്, പിന്നെ യുദ്ധവിമാനം അതായത് സുഖോയ് എന്നിവയിൽ സഞ്ചരിച്ച ആദ്യത്തെ ഇന്ത്യൻ പ്രസിഡന്റ്. 1997 ഇന്ത്യയുടെ പരമോന്നത സിവിലിയൻ ബഹുമതിയായ ഭാരതരത്നം ലഭിച്ചു. ഹൂവർ പുരസ്കാരം ലഭിച്ച ആദ്യ ഏഷ്യക്കാരനാണ്. അവിവാഹിതനായ ഏക ഇന്ത്യൻ പ്രസിഡന്റാണ്. 2002 രാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ ലക്ഷ്മി സെഹ്ഗലിനെ പരാജയപ്പെടുത്തിയ വ്യക്തിയാണ്. ₹1 മാത്രം പ്രതിമാസ ശമ്പളം കൈപ്പറ്റിയ രാഷ്ട്രപതിയാണ്. നിയമസഭാ ഇലക്ഷനിൽ വോട്ട് രേഖപ്പെടുത്തിയ ആദ്യ ഇന്ത്യൻ രാഷ്ട്രപതി. കേരളത്തിന് 10 കർമ്മ പരിപാടി സംഭാവന ചെയ്ത രാഷ്ട്രപതി. സിയാച്ചിൻ മഞ്ഞുമലകൾ സന്ദർശിച്ച ആദ്യത്തെ ഇന്ത്യൻ പ്രസിഡന്റ്. പ്രതിരോധ മന്ത്രിയുടെ ശാസ്ത്ര ഉപദേഷ്ടാവായ ശേഷം ഇന്ത്യൻ പ്രസിഡന്റായ വ്യക്തിയാണ്. ഇന്ത്യയുടെ രണ്ടാമത്തെ ആണവ പരീക്ഷണം പൊക്രാനിൽ നടക്കുമ്പോൾ അതിന്റെ പ്രിൻസിപ്പൽ അഡ്വൈസറായി കലാം പ്രവർത്തിച്ചിരുന്നു. അദ്ദേഹം അന്ന് അറിയപ്പെട്ടിരുന്നത് മേജർ ജനറൽ പൃഥ്വിരാജ് എന്നായിരുന്നു. പുര പദ്ധതി സംഭാവന ചെയ്ത ഇന്ത്യൻ രാഷ്ട്രപതിയാണ്. അബ്ദുൾ കലാം ആരംഭിച്ച ഈ ന്യൂസ് പേപ്പർ ഏതാണ്? ബില്യൺ ബീറ്റ്സ്. ലോക വിദ്യാർത്ഥി ദിനമായി UN ആഘോഷിക്കുന്നത് അബ്ദുൾ കലാമിന്റെ ജന്മദിനമായ ഒക്ടോബർ 15 അദ്ദേഹത്തിന്റെ ആത്മകഥ ഏതാണ്? അഗ്നിച്ചിറകുകൾ, അതാണ് ഇമ്പോർട്ടന്റ്. APJ അബ്ദുൾ കലാമിന്റെ അന്ത്യവിശ്രമ സ്ഥലം എവിടെയാണ്? പേയ്ക്കരിമ്പ്, അതായത് രാമേശ്വരത്താണ്. ഇന്ത്യയുടെ മിസൈൽ ടെസ്റ്റിംഗ് കേന്ദ്രമായ വീലർ ദ്വീപിന്റെ പേര് ഒഡീഷ ഗവൺമെന്റ് കലാമിനോടുള്ള സ്മരണാർത്ഥം അബ്ദുൾ കലാം ദ്വീപ് എന്ന് പുനഃനാമകരണം ചെയ്തു. എന്നാണ് വർഷം? 2015 സെപ്റ്റംബർ 4. യുദ്ധ ടാങ്കിൽ സഞ്ചരിച്ച ആദ്യത്തെ ഇന്ത്യൻ രാഷ്ട്രപതി. ഇനി APJ അബ്ദുൾ കലാമിന്റെ പ്രധാന പുസ്തകങ്ങളാണ് ഇത്രയ്ക്കും. ഇത് മൊത്തം പഠിക്കേണ്ട, ആകെ നമ്മളൊന്ന് അഗ്നിച്ചിറകുകൾ മാത്രം നോട്ട് ചെയ്ത് വെക്കാം. ഇനി പ്രതിഭ പാട്ടീൽ 2007 തൊട്ട് 2012 വരെ ഇന്ത്യയുടെ 12ാമത്തെ രാഷ്ട്രപതി. 2007 മുതൽ 2012 വരെ ഇന്ത്യയുടെ രാഷ്ട്രപതി. ഇന്ത്യയുടെ ആദ്യ വനിതാ രാഷ്ട്രപതി. രാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ ബൈരോൺ സിംഗ് ഷെഖാവത്തിനെയാണ് പരാജയപ്പെടുത്തിയത്. 1986 1988 കാലഘട്ടത്തിൽ രാജ്യസഭയുടെ ഡെപ്യൂട്ടി ചെയർമാൻ. 2004-2007 കാലഘട്ടത്തിൽ രാജസ്ഥാൻ ഗവർണർ പദവി അലങ്കരിച്ചിരുന്നു. പദവിയിലിരിക്കെ ഏറ്റവും കൂടുതൽ വിദേശയാത്ര നടത്തിയ രാഷ്ട്രപതിയാണ്. ഇനി പ്രണബ് കുമാർ മുഖർജി 2012 തൊട്ട് 2017 വരെ ഇന്ത്യയുടെ 13ാമത്തെ രാഷ്ട്രപതി. 1935 ഡിസംബർ 11 പശ്ചിമ ബംഗാളിലെ ബിർദും ജില്ലയിലെ മിറാത്തി ഗ്രാമത്തിൽ ജനിച്ചു. 1969 മിഡ്നാപൂർ ഉപതെരഞ്ഞെടുപ്പിൽ VK കൃഷ്ണമേനോന്റെ പ്രചാരണം ചുമതലക്കാരനായാണ് രാഷ്ട്രീയത്തിലേക്ക് പ്രവേശിക്കുന്നത്. ധനകാര്യ മന്ത്രിയായും പ്രതിരോധ മന്ത്രിയായും പ്ലാനിംഗ് കമ്മീഷന്റെ ഡെപ്യൂട്ടി ചെയർമാനായും പ്രവർത്തിച്ചിട്ടുണ്ട്. സോഷ്യൽ മീഡിയയായ ട്വിറ്ററിൽ അംഗത്വം എടുത്ത ആദ്യ ഇന്ത്യൻ രാഷ്ട്രപതിയായിരുന്നു. കേന്ദ്ര ധനകാര്യ മന്ത്രിയായി പ്രവർത്തിച്ച ശേഷം ഇന്ത്യൻ രാഷ്ട്രപതിയായ രണ്ടാമത്തെ വ്യക്തിയാണ്. അപ്പൊ ആദ്യത്തെ ആരായിരുന്നു? R വെങ്കിട്ടരാമൻ. രാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ പ്രണബ് മുഖർജിക്കെതിരെ മത്സരിച്ചത് PA സാങ്മ. ഇനി രാംനാഥ് കോവിന്ദ് 2017 തൊട്ട് 2022 വരെ ഇന്ത്യയുടെ 15ാമത്തെ പ്രസിഡന്റ്. ഇന്ത്യയുടെ രാഷ്ട്രപതി സ്ഥാനത്തെത്തുന്ന 14ാമത്തെ വ്യക്തിയും 15ാമത് രാഷ്ട്രപതിയുമാണ് രാംനാഥ് കോവിന്ദ്. ഇന്ത്യയുടെ രാഷ്ട്രപതിയാകുന്ന രണ്ടാമത്തെ ദളിത് വംശജനാണ്. അപ്പൊ ആദ്യത്തെ ആരായിരുന്നു? KR നാരായണൻ.
ബീഹാർ ഗവർണർ പദവി വഹിച്ച ശേഷം രാഷ്ട്രപതിയാകുന്ന രണ്ടാമത്തെ വ്യക്തിയാണ്. അപ്പൊ ആദ്യത്തെ വ്യക്തി സക്കീർ ഹുസൈൻ. രാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ രാംനാഥ് കോവിന്ദിനെതിരെ മത്സരിച്ചത് മീര കുമാർ. 2002 UN ജനറൽ അസംബ്ലിയിൽ ഇന്ത്യയെ പ്രതിനിധാനം ചെയ്തത് രാംനാഥ് കോവിന്ദാണ്. സിയാച്ചിൻ സന്ദർശിച്ച രണ്ടാമത്തെ ഇന്ത്യൻ രാഷ്ട്രപതിയാണ്. അപ്പൊ ആദ്യത്തെ ആരായിരുന്നു? APJ അബ്ദുൽ കലാം. 2004 സന്ദർശിച്ചത്. രാഷ്ട്രപതിയാകുന്ന ആദ്യ BJP നേതാവാണ്. ഉത്തർപ്രദേശിൽ നിന്നുള്ള ആദ്യത്തെ രാഷ്ട്രപതിയാണ്. രാംനാഥ് കോവിന്ദിന് സത്യവാചകം ചൊല്ലിക്കൊടുത്തത് ആരാണ്? ജസ്റ്റിസ് ജഗദീഷ് സിംഗ് ഗേഹാർ. നിലവിലെ രാഷ്ട്രപതിയാണ് ആര്? ദ്രൗപദി മുർമു. ഇന്ത്യയുടെ 15ാമത്തെ പ്രസിഡന്റ്. ഇന്ത്യയുടെ രാഷ്ട്രപതിയായി 2022 ജൂലൈ 25 ചുമതലയേറ്റു. ഇന്ത്യയുടെ രാഷ്ട്രപതിയായ രണ്ടാമത്തെ വനിതയാണ്. സ്വതന്ത്ര ഇന്ത്യയിൽ ജനിച്ച ആദ്യത്തെ രാഷ്ട്രപതി. ഏറ്റവും കുറഞ്ഞ പ്രായത്തിൽ രാഷ്ട്രപതി സ്ഥാനത്തെത്തുന്ന വ്യക്തിയാണ്. ഗോത്രവർഗ വിഭാഗത്തിൽ നിന്നുള്ള ആദ്യത്തെ രാഷ്ട്രപതിയാണ്. 1958 ജൂൺ 20 ഒഡീഷയിൽ ജനിച്ച ദ്രൗപദി മുർമു സന്താൽ ഗോത്രവർഗ വിഭാഗത്തിലെ വ്യക്തിയാണ്. രാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ ദ്രൗപദി മുർമുവിനെതിരെ മത്സരിച്ചതാരാണ്? യശ്വന്ത് സിൻഹ. ഇലക്ട്രൽ കോളേജ് വോട്ടിന്റെ 64.3% വോട്ടാണ് ദ്രൗപദി മുർമുവിന് ലഭിച്ചത്. ദ്രൗപദി മുർമു ഏത് ഇന്ത്യൻ സംസ്ഥാനത്തിന്റെ ഗവർണറായി സേവനമനുഷ്ഠിച്ചത്? ജാർഖണ്ഡ്. ഇന്ത്യയുടെ 15ാമത് രാഷ്ട്രപതിയായ ദ്രൗപദി മുർമു ഏത് രാഷ്ട്രീയ പാർട്ടിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഭാരതീയ ജനതാ പാർട്ടി. ദ്രൗപദി മുർമുവിന് ഒഡീഷ നിയമസഭയുടെ മികച്ച MLAക്കുള്ള അവാർഡ് ഏതാണ് കിട്ടിയത്? നീലകണ്ഠ അവാർഡ്. തൊഴിൽ പരമായി ആരായിരുന്നു ദ്രൗപദി മുർമു? ടീച്ചറായിരുന്നു. ദ്രൗപദി മുർമു ഏത് ഗോത്രത്തിൽ പെട്ടതാണ്? സന്താൽ ഗോത്രം. ഇനി ഉപരാഷ്ട്രപതി. ആർട്ടിക്കിൾ 63 തൊട്ട് 71 വരെ. ഇന്ത്യൻ പാർലമെന്റിന്റെ ഉപരിസഭയായ രാജ്യസഭയുടെ അധ്യക്ഷൻ ആണ് എന്ത്? ഉപരാഷ്ട്രപതി. രാജ്യസഭയുടെ എക്സ് ഒഫീഷ്യോ ചെയർമാൻ. രാഷ്ട്രപതിക്ക് ശേഷം ഇന്ത്യയിലെ രണ്ടാമത്തെ പരമോന്നത പദവി. ഇന്ത്യക്ക് ഒരു ഉപരാഷ്ട്രപതി ഉണ്ടായിരിക്കണമെന്ന് വ്യവസ്ഥ ചെയ്യുന്ന വകുപ്പ് ഏതാണ്? ആർട്ടിക്കിൾ 63. ഉപരാഷ്ട്രപതി രാജ്യസഭയുടെ അംഗമല്ലാത്തതിനാൽ അദ്ദേഹത്തിന് സഭയിൽ വോട്ടവകാശമില്ല. പാർലമെന്റിലെ 2 സഭകളിലെയും, അതായത് രാജ്യസഭയും ലോകസഭയും അംഗങ്ങൾ ചേർന്ന ഇലക്ട്രൽ കോളേജാണ് ആരെ തെരഞ്ഞെടുക്കുന്നത്? ഉപരാഷ്ട്രപതിയെ തെരഞ്ഞെടുക്കുന്നത്. രാജ്യസഭയിലേക്കും ലോക്സഭയിലേക്കും നാമനിർദ്ദേശം ചെയ്യപ്പെട്ട അംഗങ്ങൾക്ക് ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ വോട്ടവകാശമുണ്ട്. എന്നാൽ രാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ വോട്ടവകാശമില്ല. നിയമസഭാ അംഗങ്ങൾക്ക് ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ വോട്ടവകാശമില്ല. ഉപരാഷ്ട്രപതിയുടെ ഔദ്യോഗിക കാലാവധി എത്ര വർഷമാണ്? 5 വർഷം. ഉപരാഷ്ട്രപതിക്ക് സത്യവാചകം ചൊല്ലിക്കൊടുക്കുന്നത് രാഷ്ട്രപതിയാണ്. രാജ്യസഭാ സമ്മേളനങ്ങൾക്ക് അധ്യക്ഷത വഹിക്കുന്നത് ഉപരാഷ്ട്രപതിയാണ്. രാഷ്ട്രപതിയുടെ അഭാവത്തിൽ താൽക്കാലികമായി അദ്ദേഹത്തിന്റെ അധികാരങ്ങൾ വിനിയോഗിക്കാനുള്ള ഉത്തരവാദിത്വം ഇന്ത്യൻ ഭരണഘടന പ്രകാരം ഉപരാഷ്ട്രപതിക്കുണ്ട്. ഉപരാഷ്ട്രപതി രാജി സമർപ്പിക്കേണ്ടത് രാഷ്ട്രപതിക്കാണ്. ഭരണഘടനയിൽ ഉപരാഷ്ട്രപതിയെ നീക്കം ചെയ്യുന്നതിനുള്ള ഇംപീച്ച്മെന്റുകൾ ഒന്നും ഔദ്യോഗികമായി പരാമർശിച്ചിട്ടില്ല. എന്നാൽ രാജ്യസഭയിൽ ഉപരാഷ്ട്രപതിയെ നീക്കം ചെയ്യുന്നതിനായി അവതരിപ്പിക്കുന്ന പ്രമേയം രാജ്യസഭാംഗങ്ങൾ ഭൂരിഭാഗവും ഐക്യകണ്ഠേന അംഗീകരിക്കുകയും ലോക്സഭാ അംഗങ്ങൾ പിന്താങ്ങുകയും ചെയ്യുന്നതിലൂടെ എന്താവും? ഉപരാഷ്ട്രപതിയെ നീക്കം ചെയ്യാം. ഉപരാഷ്ട്രപതി സ്ഥാനാർത്ഥിയുടെ നാമനിർദ്ദേശക പത്രികയിൽ കുറഞ്ഞത് 20 പേർ നിർദ്ദേശകരായും 20 പേർ പിന്താങ്ങുകയും വേണം. ഉപരാഷ്ട്രപതി രാഷ്ട്രപതിയുടെ ചുമതലകൾ കൈകാര്യം ചെയ്യുമ്പോൾ രാഷ്ട്രപതിയുടെ വേതനത്തിനും മറ്റ് ആനുകൂല്യങ്ങൾക്കും ഉപരാഷ്ട്രപതി അർഹനാണ്. ഇനി ഉപരാഷ്ട്രപതിയാകാൻ വേണ്ട യോഗ്യതകൾ എന്തൊക്കെയാണ്? 1. ഇന്ത്യൻ പൗരനായിരിക്കണം. 2. 35 വയസ്സ് പൂർത്തിയായിരിക്കണം. 3. രാജ്യസഭാംഗമാകുന്നതിനുള്ള യോഗ്യത ഉണ്ടായിരിക്കണം. 4. ഇന്ത്യ ഗവൺമെന്റിലോ സംസ്ഥാന സർക്കാരിലോ തദ്ദേശ സ്ഥാപനങ്ങളിലോ ലാഭദായകരമായ പദവികൾ വഹിക്കാൻ പാടില്ല. ഇനി താഴെ പറയുന്നവയിൽ ഉപരാഷ്ട്രപതിയെ സംബന്ധിച്ച ശരിയായ പ്രസ്താവന ഏതാണെന്ന് പറയണം. 1. പാർലമെന്റിലെ ഏതെങ്കിലും ഒരു സഭയിൽ അംഗമായിരിക്കുകയും അല്ലെങ്കിൽ ഏതെങ്കിലും സംസ്ഥാന നിയമസഭയിൽ അംഗമായിരിക്കുകയും വേണം. 2. പാർലമെന്റിലെ ഏതെങ്കിലും ഒരു സഭയിലോ സംസ്ഥാന നിയമസഭകളിലോ അംഗമായിരിക്കില്ല. 3. പാർലമെന്റിലെ ഏതെങ്കിലും ഒരു സഭയിൽ അംഗവും എന്നാൽ സംസ്ഥാന നിയമസഭകളിൽ ഒന്നിലും അംഗമായിരിക്കില്ല. 4. സംസ്ഥാന നിയമസഭകളിൽ അംഗമായിരിക്കും, പക്ഷേ പാർലമെന്റിലെ ഇരു സഭകളിൽ ഒന്നിലും അംഗമായിരിക്കില്ല. ഇതിലേതാണ് ഉപരാഷ്ട്രപതിയെ സംബന്ധിച്ച ശരിയായ പ്രസ്താവന? പാർലമെന്റിലെ ഏതെങ്കിലും ഒരു സഭയിലോ സംസ്ഥാന നിയമസഭകളിലോ അംഗമായിരിക്കില്ല. ഇത് ഉത്തരം ബി. ഇതാണ് ഉത്തരം. ഇനി ഇന്ത്യയുടെ ഉപരാഷ്ട്രപതിമാർ ആരൊക്കെയായിരുന്നു നോക്കാം. ഇന്ത്യയുടെ ആദ്യ ഉപരാഷ്ട്രപതി ആരാണ്? ഡോക്ടർ S. രാധാകൃഷ്ണൻ. ഏറ്റവും കൂടുതൽ കാലം ഉപരാഷ്ട്രപതിയായിരുന്ന വ്യക്തി ആരാണ്? മുഹമ്മദ് ഹമീദ് അൻസാരി. രണ്ടാമത്തെ ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡോക്ടർ S. രാധാകൃഷ്ണനാണ്. അതായത് ഒരു ദിവസം മുന്നിലാണ് മുഹമ്മദ് ഹമീദ് അൻസാരി. ഏറ്റവും കുറച്ചു കാലം വൈസ് പ്രസിഡന്റ് ആയിരുന്ന വ്യക്തി ആരാണ്? VV ഗിരി. ഇന്ത്യയുടെ ഉപരാഷ്ട്രപതിയായ ആദ്യത്തെ മലയാളി ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ KR നാരായണൻ. രാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ട ഏക ഉപരാഷ്ട്രപതി ആരാണ്? ബൈറോൺ സിംഗ് ഷെഖാവത്ത്.
ഇന്ത്യയുടെ ഏറ്റവും പ്രായം കൂടിയ ഉപരാഷ്ട്രപതി ആരാണ്? ബൈറോൺ സിംഗ് ഷെഖാവത്താണ്. ഇന്ത്യയുടെ ഏറ്റവും പ്രായം കുറഞ്ഞ ഉപരാഷ്ട്രപതി ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബി.ഡി. ജെട്ടി. രാഷ്ട്രപതിയുടെ ചുമതല വഹിച്ച ശേഷം ഉപരാഷ്ട്രപതിയായ ഏക വ്യക്തി ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജസ്റ്റിസ് എം ഹിദായത്തുള്ള. രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി, സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് എന്നീ പദവികൾ വഹിച്ച ഏക വ്യക്തി ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാലും ജസ്റ്റിസ് എം ഹിദായത്തുള്ളയാണ്. ഉപരാഷ്ട്രപതി പദവിയിലിരിക്കെ അന്തരിച്ച ഏക വ്യക്തി ആരാണ്? കിഷൻകാന്ത്. 2002 വൈസ് പ്രസിഡന്റിന്റെ ഇലക്ഷനുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ അന്വേഷിക്കുന്നത് ആരാണ്? പാർലമെന്റ് ആണോ, സുപ്രീം കോടതിയാണോ, ഇലക്ഷൻ കമ്മീഷനാണോ, അല്ലെങ്കിൽ ഇതൊന്നും അല്ലേ? എന്താണ് ഉത്തരം? സുപ്രീം കോടതിയാണ് വൈസ് പ്രസിഡന്റിന്റെ ഇലക്ഷനുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ അന്വേഷിക്കുന്നത്. ഉത്തരം ബി, സുപ്രീം കോടതി. ഇനി ഏറ്റവും കൂടുതൽ കാലം ആക്ടിംഗ് പ്രസിഡന്റ് ആയിരുന്നത് ആരാണ്? ബി.ഡി. ജെട്ടി. ഏറ്റവും കുറച്ചു കാലം ആക്ടിംഗ് പ്രസിഡന്റ് ആയിരുന്നത് എം ഹിദായത്തുള്ള. തെറ്റിപ്പോവരുത് കേട്ടോ. ഇനി രാഷ്ട്രപതിമാരായി തെരഞ്ഞെടുക്കപ്പെടാത്ത ഉപരാഷ്ട്രപതിമാർ ആരൊക്കെയാണെന്ന് നോക്കാം. 1 G.S. പതക്, 2 ബി.ഡി. ജെട്ടി, ജസ്റ്റിസ് എം ഹിദായത്തുള്ള, 4 കിഷൻകാന്ത്, 5 ബൈറോൺ സിംഗ് ഷെഖാവത്ത്, 6 മുഹമ്മദ് ഹമീദ് അൻസാരി. ബി.ഡി. ജെട്ടിയും എം ഹിദായത്തുള്ളയും ആക്ടിംഗ് പ്രസിഡന്റുമായിരുന്നിട്ടുണ്ട്. ഇനി എതിരില്ലാതെ തെരഞ്ഞെടുക്കപ്പെട്ട ഉപരാഷ്ട്രപതിമാർ ആരൊക്കെയായിരുന്നു? ഡോക്ടർ എസ് രാധാകൃഷ്ണൻ, ജസ്റ്റിസ് എം ഹിദായത്തുള്ള, ഡോക്ടർ ശങ്കർ ദയാൽ ശർമ്മ. അങ്ങനെ 3 പേരാണ് എതിരില്ലാതെ തെരഞ്ഞെടുക്കപ്പെട്ട ഉപരാഷ്ട്രപതിമാർ. ഇനി തുടർച്ചയായി 2 തവണ ഉപരാഷ്ട്രപതിയായ വ്യക്തികൾ ആരൊക്കെയാണ്? 2 പേരെ ഉണ്ടായിട്ടുള്ളൂ. 1 ഡോക്ടർ എസ് രാധാകൃഷ്ണനും 2 മുഹമ്മദ് ഹമീദ് അൻസാരിയും. ഇനി ഇതൊക്കെ ഉപരാഷ്ട്രപതിമാരായിരുന്നു. ആകെ 14 ഉപരാഷ്ട്രപതിമാരാണ്. ആദ്യത്തെ ആരായിരുന്നു? ഡോക്ടർ എസ് രാധാകൃഷ്ണൻ. രണ്ടാമത്തത് ഡോക്ടർ സക്കീർ ഹുസൈൻ. മൂന്നാമത്തെ ആള് വി ഗിരി. 4ാമത്തെ ഉപരാഷ്ട്രപതി ഗോപാൽ സ്വരൂപ് പതക്. 5 ബി.ഡി. ജെട്ടി. 6 മുഹമ്മദ് ഹിദായത്തുള്ള. 7ാമത്തെ ആള് ആർ വെങ്കിട്ടരാമൻ. 8 ശങ്കർ ദയാൽ ശർമ്മ. 9 കെ.ആർ. നാരായണൻ. 10 കിഷൻകാന്ത്. 11 ബൈറോൺ സിംഗ് ഷെഖാവത്ത്. 12 മുഹമ്മദ് ഹമീദ് അൻസാരി. 13 വെങ്കയ്യ നായിഡു. നിലവിലെ ഉപരാഷ്ട്രപതി ആരാണ്? ജഗ്ദീപ് ധൻകർ. ഇനി ജഗ്ദീപ് ധൻകർ ഇന്ത്യയുടെ 14ാമത്തെ ഉപരാഷ്ട്രപതിയാണ്. ജഗ്ദീപ് ധൻകർ പശ്ചിമ ബംഗാൾ ഗവർണറായി നിയമിതനായത് എപ്പോഴാണ്? 2019 ജൂലൈ 30. 2022 വൈസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിലേക്ക് ജഗ്ദീപ് ധൻകറിനെ എപ്പോഴാണ് നോമിനേറ്റ് ചെയ്തത്? 2022 ജൂലൈ 16 ജഗ്ദീപ് ധൻകറിനെ ഇന്ത്യയുടെ ഉപരാഷ്ട്രപതി സ്ഥാനാർത്ഥിയായി നാമനിർദ്ദേശം ചെയ്തു. ജഗ്ദീപ് ധൻകറിന് മുമ്പുള്ള ഉപരാഷ്ട്രപതിയാണ് ആര്? വെങ്കയ്യ നായിഡു. ഇന്ത്യയുടെ ഉപരാഷ്ട്രപതി സ്ഥാനം വഹിച്ചിരുന്ന 13ാമത് വ്യക്തിയാണ്. ആന്ധ്രാപ്രദേശിൽ നിന്നും ഉപരാഷ്ട്ര പദവിയിലെത്തുന്ന 2ാമത്തെ വ്യക്തി. ആദ്യത്തെ വ്യക്തി ആരാണ്? സക്കീർ ഹുസൈൻ. വെങ്കയ്യ നായിഡു സജീവ രാഷ്ട്രത്തിലേക്ക് ചുവടുറപ്പിച്ച പ്രക്ഷോഭം ഏതാണ്? ജയിൽ ആന്ധ്ര മൂവ്മെന്റ് 1972. ഏതു സംസ്ഥാനത്തിൽ നിന്നാണ് 1998 വെങ്കയ്യ നായിഡു രാജ്യസഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടത്? കർണാടകയിൽ നിന്നാണ്. വാജ്പേയി മന്ത്രിസഭയിൽ വെങ്കയ്യ നായിഡു വഹിച്ചിരുന്ന വകുപ്പ് എന്താണ്? ഗ്രാമവികസനം. മൂവിംഗ് ഓൺ മൂവിംഗ് ഫോർവേഡ് എ ഇയർ ഇൻ ഓഫീസ് എന്ന പുസ്തകത്തിന്റെ രചയിതാവാണ്.